റിപ്പോർട്ടർ കുരുക്ഷേത്രം തത്സമയം മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മലപ്പുറത്ത് നിന്നാണ് തത്സമയം പ്രേക്ഷകർക്കൊപ്പം ചേരുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ആരംഭിക്കുന്നു റിപ്പോർട്ടർ കുരുക്ഷേത്രം തത്സമയം. ഒരടിയൊഴുക്കിനും വിട്ടുകൊടുക്കാത്ത മണ്ഡലമാണ് മലപ്പുറം. UDFന്റെ ഉരുക്കുകോട്ട എന്ന് പറയാം. 2004 അന്ന് മഞ്ചേരി ആയിരുന്നപ്പോൾ TK ഹംസയെ വിജയിപ്പിച്ചതൊഴിച്ചു നിർത്തിയാൽ ലീഗിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഈ മണ്ഡലത്തിൽ. അതുകൊണ്ട് തന്നെ ET മുഹമ്മദ് ബഷീർ ഇറങ്ങുമ്പോഴും ആ ആത്മവിശ്വാസത്തിന്റെ കരുത്താണ് ലീഗിനുള്ളത്. എന്നാൽ വസീഫ് എന്ന ചെറുപ്പക്കാരനെ ഇറക്കി കളം പിടിക്കാൻ ശ്രമിക്കുകയാണ് LDF. ആ LDFന്റെ ആത്മവിശ്വാസം എന്ന് പറയുന്നതും ന്യൂനപക്ഷങ്ങളെ തങ്ങളോട് അടുപ്പിക്കാൻ നടത്തിയിരിക്കുന്ന CPM നടത്തിയിരിക്കുന്ന ശ്രമങ്ങളാണ്. അതെത്ര കണ്ട് ഈ ഘട്ടത്തിൽ വിലപ്പോകുമെന്നതും പ്രധാനപ്പെട്ട കാര്യം. ദേശീയ തലത്തിൽ നടക്കുന്ന വിഷയങ്ങൾ, പൗരത്വ നിയമ ഭേദഗതിയുടെ ചട്ടവിജ്ഞാപനമടക്കെ അന്തരീക്ഷത്തിൽ ചൂടുപിടിച്ചു നിൽക്കുമ്പോഴാണ് മലപ്പുറം ലോക്സഭാ മണ്ഡലവും തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. അപ്രതീക്ഷിത അടിയൊഴുക്കുകളുമായി NDAയും കളം നിറയുമ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. മലപ്പുറത്തിന്റെ രാഷ്ട്രീയ മനസ്സിലെന്ത് ചർച്ചയിൽ പങ്കെടുക്കുന്നത് LDFിൽ നിന്നും ശ്യാം പ്രസാദ്. ഗുഡ് ഈവനിങ് ശ്യാം പ്രസാദ്. UDFിൽ നിന്നും മുജീബ് ഖാഡേരി. ഹായ് മുജീബ് ഖാഡേരി. NDA പ്രതിനിധീകരിച്ച് PR റിഷ്മിൽ നാഥ് എന്നിവരാണ്. ആദ്യം ഞാൻ മുജീബിലേക്ക് പോകുന്നു. മുജീബ്, സ്ട്രെയിറ്റ് കാസ്റ്റ് 2004 ആവർത്തിക്കുമെന്ന് പലരും പറയുന്നു. സാധ്യതയുണ്ടോ? മലപ്പുറം ജില്ലയിലെ 2 പാർലമെൻറ്റ് മണ്ഡലങ്ങളിലും വയനാട് ജില്ലയിലെ ഭാഗികമായി വരുന്ന മണ്ഡലങ്ങളിലും യാതൊരു സംശയവും വേണ്ട, ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന റെക്കോർഡ് ഭൂരിപക്ഷത്തോടു കൂടിയിട്ടുള്ള റിസൾട്ടായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളതിൽ യാതൊരു സംശയവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ല. ഈ ആത്മവിശ്വാസത്തിൻ്റെ കരുത്തെന്താ? കാരണം മലപ്പുറത്തെ നിങ്ങൾ നേരത്തെ ഇവിടെ സൂചിപ്പിക്കേണ്ട ആമുഖത്തിൽ അടിസ്ഥാനപരമായി മലപ്പുറം ജില്ലയിൽ ജനങ്ങൾ രാഷ്ട്രീയമായിട്ട് വലിയ പ്രബുദ്ധതയുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ 7.5 പതിറ്റാണ്ടിൻ്റെ രാഷ്ട്രീയത്തിനിടയിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക്, വിശിഷ്യ ഈ പാർലമെൻറ്റ് മണ്ഡലങ്ങളെ പ്രതിനിധീകരിക്കുന്ന മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം എക്കാലഘട്ടങ്ങളിലും ജനങ്ങൾ ഈ രാഷ്ട്രീയ പാർട്ടിയുടെ സത്യസന്ധതയെ ഉൾക്കൊള്ളുകയും ജനാധിപത്യ ചേരിയുടെ പ്രാധാന്യം ബോധ്യപ്പെടുകയും ചെയ്ത ആളുകളാണ്. ഈ തെരഞ്ഞെടുപ്പിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് രാജ്യം നിലനിൽക്കണമോ വേണ്ടയോ എന്നുള്ളൊരു അസന്നിഗ്ധമായിട്ടുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം പറയേണ്ട ഘട്ടത്തിലാണ് ഈ തെരഞ്ഞെടുപ്പുള്ളത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ റെക്കോർഡ് ഭൂരിപക്ഷത്തിന് മലപ്പുറം ജില്ലയിൽ ഐക്യ ജനാധിപത്യത്തിനുടെ 2 സ്ഥാനാർത്ഥികളും പാർലമെന്റിന്റെ ഭാഗമായി നമ്മൾ ദേശീയ വിഷയങ്ങളിലേക്ക് ആദ്യം വരാം, അതിനുശേഷം മണ്ഡല സ്പെസിഫിക് ആയിട്ട് വരാം. പക്ഷേ അപ്പോഴും മണ്ഡലത്തിൽ സിറ്റിംഗ് MP ആയിരുന്ന അബ്ദുൾ സമദ് സമദാനിക്കെതിരെയുള്ള വിരുദ്ധ വികാരം അത് ശക്തമാണ് എന്നൊരു അഭിപ്രായം LDF മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇല്ല, നിങ്ങൾ ഏത് അടിസ്ഥാനത്തിലാണ്, ഏത് മാനദണ്ഡത്തിലാണ് പറയുന്നത് എനിക്ക് ബോധ്യമാവുന്നില്ല. കാരണം അബ്ദുൾ സമദ് സമദാനി എന്നൊക്കെ പറയുന്നത് ഇന്ത്യയുടെ പാർലമെന്റിൽ കേരളത്തിന്റെ ഒരു അലങ്കാരം കൂടിയാണ്, ഒരു പ്രതിനിധി മാത്രമല്ല. ബഹുഭാഷാ പണ്ഡിതനാണ്. ഇന്ത്യയുടെ പാർലമെന്റിൽ മതേതരത്വത്തിൽ ആലങ്കാരികമായി പോയോ എന്നതാണ് ചോദ്യം. അല്ല, ആലങ്കാരികം എന്നൊരു തരത്തിലും പറയാൻ പറ്റില്ല. MP പെർഫോമൻസ് വൈസ് അദ്ദേഹം പങ്കെടുത്തിട്ടുള്ള പെർസെൻറ്റേജിൻ്റെ കാര്യത്തിൽ കേരളത്തിലെ ഏറ്റവും അധികം ഫണ്ട് വിനിയോഗിച്ചവരുടെ കൂട്ടത്തിലാവട്ടെ, അറ്റൻഡൻസിൻ്റെ കാര്യത്തിലാവട്ടെ, തൻ്റെ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം അബ്ദുൾ സമദ് സമദാനി സാഹിബ് പാർലമെന്റിൽ എത്തിയതിനു ശേഷം നടത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിൻ്റെ ബേസ് ആണെങ്കിൽ ആ അർത്ഥത്തിൽ, പിന്നെ സ്വാഭാവികമായിട്ടും നാഷണൽ പൊളിറ്റിക്സും സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ രാഷ്ട്രീയമൊക്കെ ചർച്ച ചെയ്യുന്ന തെരഞ്ഞെടുപ്പാണെന്നെങ്കിൽ ആ അർത്ഥത്തിൽ ഏത് മാനദണ്ഡം എടുത്ത് പരിശോധിച്ചാലും ആത്മവിശ്വാസക്കുറവ് വരേണ്ട ഘട്ടമില്ല. ഒരു ആത്മവിശ്വാസക്കുറവില്ല എന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പിൽ ഒരു ഏകപക്ഷീയമായിട്ടുള്ള റിസൾട്ടിലേക്ക് വരും എന്നുള്ള തരത്തിലേക്ക്. വളരെ പ്രധാനപ്പെട്ട കാര്യം ശ്യാം, LDFന് എന്താണ് ആത്മവിശ്വാസമുള്ളത് UDFന്റെ ഉരുക്ക് കോട്ടയിലേക്ക് എത്തുമ്പോൾ? UDFന്റെ ക്യാമ്പ് നല്ല പ്രതിസന്ധിയിലാണ് എന്നതുകൊണ്ടാണ് നിലവിലെ മലപ്പുറത്തെ MP പൊന്നാനിയിലേക്കും പൊന്നാനിയിലെ MP മലപ്പുറത്തേക്കും വരുന്നത്. ഇതൊരു ഒളിച്ചോട്ടമാണ്, വോട്ടർമാരിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ്. സ്വന്തം അണികളോട് എന്തു പറയുമെന്നറിയാതെ ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് സ്വന്തം അണികളെ ബോധ്യപ്പെടുത്തേണ്ടതെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ടാണ് 2 പേരും പരസ്പരം സീറ്റ് മാറിപ്പോയിട്ടുള്ളത്. അത് സ്വന്തം അണികളെപ്പോലും ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് എത്ര വലിയ ഉരുക്കുകോട്ടയാണെന്ന് UDF അവകാശപ്പെട്ടാലും ജനങ്ങൾ ശരിയാം വിധം കാര്യങ്ങളെ കണക്കാക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ UDFന്റെ പ്രസക്തി എന്താണ്, ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി എന്താണ് ഈ നാട് തിരിച്ചറിയുന്നുണ്ട്. കഴിഞ്ഞ
ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു 7 ഞാൻ പതിറ്റാണ്ട് ഇടയ്ക്ക് കാലത്ത് ചോദിച്ചോട്ടെ, ഇപ്പൊ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നു. കഴിഞ്ഞ തവണത്തെ പോലെയുള്ള അതേ തരംഗത്തിനുള്ള സാധ്യതയല്ലേ മുന്നിൽ തെളിയുന്നത്? ദേശീയ തലത്തിൽ പൗരത്വ നിയമ വിഷയമടക്കം ഇങ്ങനെ കത്തി നിൽക്കുമ്പോൾ BJP സർക്കാർ അധികാരത്തിൽ വരാതിരിക്കാൻ ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും ശക്തനായ നേതാവ് രാഹുൽ ഗാന്ധിക്ക് പിന്തുണ കൊടുക്കുന്ന മുന്നണിയുടെ ഭാഗമാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി. ഞാൻ പറഞ്ഞു വന്ന അതിലേക്കാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ശരിയാം വിധം രാഷ്ട്രീയം വിലയിരുത്തി തന്നെയാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്. അത് UDFന് പ്രതികൂലമായിരിക്കും. ഇവിടെ വിശേഷിച്ചും മുസ്ലിം ലീഗിനെതിരായിരിക്കും ആ ജനവിധി എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. പക്ഷെ പൗരത്വ ഭേദഗതി വിഷയത്തിലടക്കം UDF സ്വീകരിച്ച നിലപാട് നോക്കൂ. സുപ്രീം കോടതിയിൽ അവസാന നിമിഷം കേസ് പോകുമ്പോഴും ആദ്യന്തം ഉണ്ടായിരുന്നു സുപ്രീം കോടതിയിൽ ഇവിടുത്തെ ലീഗ് നേതാക്കൾ. നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ പൗരത്വ ഭേദഗതി നിയമം ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെടുമെന്നതിൽ തർക്കമില്ല. അതിനോട് ഇക്കഴിഞ്ഞ ദിവസം UDFന്റെ നേതാവ് MP KPCCയുടെ അധ്യക്ഷൻ അദ്ദേഹം പത്രമാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ നൽകിയ മറുപടി എന്തായിരുന്നു? പൗരത്വ ഭേദഗതി നിയമം ഇതാ ഇവിടെ ചട്ടങ്ങൾ ഉൾപ്പെടെ പുറപ്പെടുവിച്ചു കഴിഞ്ഞു, എന്താണ് നിങ്ങളുടെ നിലപാട് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വീട്ടിൽ പോയി ഒന്ന് ആലോചിക്കട്ടെ, ആലോചിച്ചിട്ട് പറയാം എന്ന നിലപാടാണ് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ എടുത്തത്. ഇതാണ് കോൺഗ്രസിന്റെ നിലപാട്. നോക്കൂ, ഈ മുസ്ലിം ലീഗ് ഈ നാട്ടിൽ നിന്ന് കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഘട്ടത്തിൽ ഉൾപ്പെടെ ഈ നാട്ടിലെ വോട്ടർമാരോട് പറഞ്ഞെന്താ? മഹാഭൂരിപക്ഷം വരുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളോട് എന്തായിരുന്നു UDFന്റെയും ലീഗിന്റെയും പ്രചരണം? ഇത് അവസാനത്തെ ബസ്സാണ്, ഇതിൽ കയറി നമ്മൾ പോവുകയാണ്, ഇതാണ് പ്രതീക്ഷ എന്നെല്ലാം പറഞ്ഞു പോയി. ഇവിടെ നിന്നും വിജയിച്ച് പാർലമെന്റിൽ ചെന്ന് ഏറ്റവും നല്ല പെർഫോമൻസ് ആണ്, ഇവിടുത്തെ MP ഒരു അലങ്കാരമാണ് പാർലമെന്റിൽ എന്നാണ് പറഞ്ഞത്. പദവികളും ചുമതലകളും അലങ്കാരമല്ല, അത് അലങ്കാരത്തിനല്ല വിനിയോഗിക്കേണ്ടത്. ചുമതലകൾ നിർവഹിക്കാൻ കഴിയണം, ഉത്തരവാദിത്വത്തോടു കൂടി നിർവഹിക്കാൻ വേണ്ടി സാധിക്കണം. തൻ്റെ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളോട് സ്വീകരിച്ച സമീപനം എന്തായിരുന്നു? അതോടൊപ്പം തന്നെ പാർലമെന്റിനകത്ത് പല ഘട്ടങ്ങളിലും ഇക്കഴിഞ്ഞ ഒരു 10 വർഷത്തെ അനുഭവം പരിശോധിച്ചാൽ വളരെ സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കുന്ന ചർച്ചകളിൽ പോലും ഇടപെടാതെ, സുപ്രധാനമായ തെരഞ്ഞെടുപ്പുകളിൽ പോലും വോട്ട് ചെയ്യാതെ ഒളിച്ചോടിയതിന്റെ ചരിത്രമാണ് കഴിഞ്ഞ 10 വർഷം. മുജീബിലേക്ക് വരുന്നതിന് മുൻപ് ഞാനൊന്ന് നമ്മളുടെ BJP പ്രതിനിധിയിലേക്ക് പോകാം. ഇസ്മിൽനാഥ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കേന്ദ്രം ഇപ്പോൾ ആകപ്പാടെ അസ്വസ്ഥരായിരിക്കുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷം പറയുന്നത്. നിങ്ങൾക്ക് ഭീതിയാണെന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. ഏറ്റവും ഒടുവിൽ അരവിന്ദ് കെജ്രിവാളിനെ പോലും നിങ്ങൾ ജയിലിലിടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നു. അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ റിമാൻഡിലാണ്, നാളെ ഹൈക്കോടതിയെ സമീപിക്കും. ദാ വരുന്നു CBIയുടെ അന്വേഷണവും അരവിന്ദ് കെജ്രിവാളിനെതിരെ. അപ്പോൾ മൊത്തത്തിൽ നിങ്ങൾ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്, കാണുന്നവരെ എല്ലാം മുഴുവൻ തല്ലിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോയ ഒരു ഭടന്റെ അവസ്ഥയാണോ നരേന്ദ്രമോദിക്ക് ഇപ്പോഴുള്ളത്? ഒരിക്കലുമല്ല. വളരെ ആത്മവിശ്വാസത്തോടു കൂടി മാത്രം തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു മുന്നണിയാണ് ദേശീയ ജനാധിപത്യ സഖ്യം. ഞാനത് പറയാൻ കാരണം, കഴിഞ്ഞ 9 വർഷക്കാലമായിട്ട് ഇവിടുത്തെ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അവരുടെ മുൻപിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ വോട്ട് തേടുന്നത്. ഇലക്ട്രൽ ബോണ്ട് കൊടുത്തവർക്കും കുറെ കാര്യങ്ങൾ ചെയ്തു കൊടുത്തു സർക്കാർ. തീർച്ചയായിട്ടും ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ നിയമവിധേയമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. എവിടെ അഴിമതി? നിയമവിധേയമായിട്ട് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു കാര്യം, ഇവിടുത്തെ ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ആരിൽ നിന്നൊക്കെ എത്ര രൂപ കൈപ്പറ്റുന്നു എന്നുള്ളത് സുതാര്യമാക്കണം, ജനങ്ങളും അറിയണം. നമ്മൾ ആ വിഷയത്തിലേക്ക് വരുമ്പോൾ താങ്കൾ എന്തായാലും ആ വിഷയത്തിൽ പ്രതികരിക്കുമെന്ന് എനിക്കറിയാം. ഈ ആം ആദ്മി പാർട്ടിയെ കുടുക്കിയ മദ്യനയ അഴിമതി കേസിലെ പ്രധാനപ്പെട്ട പ്രതികളിൽ ഒരാളായ ഈ ശരത് ചന്ദ്ര റെഡ്ഡിയുടെ കയ്യിൽ നിന്നും നിങ്ങളുടെ സർക്കാർ BJP പാർട്ടി വാങ്ങിയത് 50 കോടി രൂപയാണ്. അപ്പോൾ മദ്യനയ കേസിലെ ഒരു പ്രതി നിങ്ങൾക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി 50 കോടി നൽകിയാൽ അത് ന്യായമായ പണം. എന്നാൽ ആ പണം വീട്ടിൽ നിന്ന് പോലും കണ്ടെടുക്കാൻ കഴിയാതെ അരവിന്ദ് കെജ്രിവാളിനെ കുടുക്കിയാൽ അത് അഴിമതിക്കെതിരെയുള്ള പോരാട്ടം. അരവിന്ദ് കെജ്രിവാളിനെ കുടുക്കിയത് BJP അല്ലല്ലോ, ദേശീയ ജനാധിപത്യ സഖ്യവും അല്ലല്ലോ, കോടതിയാണല്ലോ അദ്ദേഹത്തെ ജയിലിലേക്ക് പറഞ്ഞയച്ചത്. EDയുടെ നിലപാട് കൃത്യമാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണല്ലോ ആ നിലപാടെടുത്തത്. കോടതി നിസ്സഹായനാണ്. ED എഴുതി വെച്ചിരിക്കുന്ന PMLA ആക്ടിലെ പ്രൊവിഷൻസ് അനുസരിച്ച് EDയുടെ കുറ്റാരോപിതനായ വ്യക്തി സ്വയം തെളിയിക്കണം. അങ്ങനെ പറയുമ്പോൾ നമുക്ക് നാട്ടിലെ നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസമില്ല എന്നാണ് താങ്കൾ പറയുന്നത്. എനിക്ക് പറയേണ്ടി വരും. സുപ്രീം കോടതി ജൂലൈ മാസത്തിൽ ഈ കേസ് കേൾക്കാനിരിക്കുകയാണ്. നമുക്ക് പറയാം. പക്ഷേ എന്റെ പ്രശ്നം ഇതാണ്, മദ്യനയ അഴിമതി കേസിലെ ഒരു പ്രതിയുടെ കയ്യിൽ നിന്ന് 50 കോടി രൂപ വാങ്ങിയ പാർട്ടിയല്ലേ നിങ്ങൾ? ഇലക്ട്രൽ ബോണ്ട് വഴിയാണ് വാങ്ങിയതെങ്കിൽ ജനങ്ങൾക്ക് മുമ്പിൽ സുതാര്യമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഭാരതീയ ജനതാ പാർട്ടി ആരിൽ നിന്നൊക്കെ പറഞ്ഞോട്ടെ സാർ, ഭാരതീയ ജനതാ പാർട്ടി ആരിൽ നിന്ന് എത്ര പണം വാങ്ങുന്നു എന്ന് പൊതുജനങ്ങളെ മുമ്പിൽ വെക്കാൻ തയ്യാറാണ് എന്നാണ് ഇലക്ട്രൽ ബോണ്ട് വഴി ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ പറഞ്ഞിട്ടില്ല ഇലക്ട്രൽ ബോണ്ട് ആർക്ക് കൊടുക്കുന്നു എന്നത് വെളിപ്പെടുത്തരുതെന്നതാണ് നിങ്ങളുടെ നയം. അല്ലല്ല, അത് വെളിപ്പെടുത്തുന്ന സുതാര്യമായ പദ്ധതിയായിട്ടാണ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. നിങ്ങൾക്ക് പണം തന്നത് ഏറ്റവും കൂടുതൽ? അതിപ്പോ എന്റെ കയ്യിലല്ലോ ഉള്ളത്.
അത് പാർട്ടിയുടെ ദേശീയ നേതൃത്വം അല്ല, പാർട്ടി ദേശീയ നേതൃത്വം എടുത്ത നിലപാടെന്താ? SBI എടുത്ത നിലപാടെന്താ? സുതാര്യമാക്കാൻ കഴിയില്ല എന്ന നിലപാട് ആര് പറഞ്ഞു? SBI കൊടുത്ത നിലപാടെന്താ? SBI കൊടുത്തല്ലോ ഇപ്പോ. എപ്പോഴാ കൊടുത്തത്? അത് കോടതി വടിയെടുത്തപ്പോ. അങ്ങനെയൊന്നുമല്ല. ഞങ്ങൾ നിയമത്തെ അനുസരിക്കുന്ന ആളുകളാണ്. നിയമവ്യവസ്ഥ എന്തു പറയുന്നോ ആ രീതിയിൽ മാത്രം പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഞങ്ങളുടെ അക്കൗണ്ടുകൾ ഓഡിറ്റബിൾ ആണ്. ഞങ്ങൾ കൃത്യമായിട്ട് ഇൻകം ടാക്സിനും അതുപോലുള്ള മുഴുവൻ ഏജൻസികൾക്കും ഞങ്ങളുടെ കണക്ക് അവതരിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്കെതിരെ ഒരു നടപടിയും എടുക്കാൻ ഒരു ഏജൻസിക്കും ഒരു ഡിപ്പാർട്ട്മെന്റിനും സാധിക്കാത്തത്. കെയർ ഫണ്ടിൽ നിന്നുള്ള പണം എന്തിനുപയോഗിക്കുന്നു? അത് വിവരാവകാശ പ്രകാരം കിട്ടില്ല, അത് ഓഡിറ്റ് ചെയ്യപ്പെടാൻ കിട്ടില്ല. ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യത്തിൽ പുറം ലോകം അറിയരുത് എന്ന ധാരണയിലാണ് നിങ്ങൾ അത് കൊണ്ടുവന്നത്. പക്ഷേ ഒരു കാര്യം പറയാം, ലോകായുക്തയുടെ കാര്യങ്ങൾ പുറം ലോകം അറിയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളല്ലല്ലോ, അത് ഇവിടുത്തെ ഇടതുപക്ഷം തന്നെയല്ലേ. ലോകായുക്തയുടെ കാര്യങ്ങൾ പുറം ലോകം അറിയാൻ പാടില്ല, അത് വിവരാവകാശ നിയമത്തിന് പുറത്താകണം എന്ന് പറഞ്ഞതാരാ? BJP അല്ല, അത് സംസ്ഥാന സർക്കാർ. പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്ക് ന്യായം കിട്ടുന്നില്ല. മാത്രമല്ല, ഒന്നും മറച്ചു വെക്കാനില്ല. ഞങ്ങൾ വളരെ സുതാര്യമായിട്ട് തന്നെയാണ് പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പിനെ നിങ്ങൾ നേരിടാൻ പോകുമ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇലക്ട്രൽ ബോണ്ട് ഒരു വലിയ വെല്ലുവിളിയായിട്ടില്ലേ? ഒരിക്കലുമില്ല. ഒരു തരത്തിലുള്ള ഭാരതീയ ജനതാ പാർട്ടിക്കോ ദേശീയ ജനാധിപത്യ സഖ്യത്തിനോ മുമ്പിൽ വന്നിട്ടില്ല. എന്റെ ഏറ്റവും ഒരു ചോദ്യം കൂടി ഇപ്പൊ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ്. കാരണം അത് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളെ ആൾക്കാർ വിലയിരുത്താൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമായതുകൊണ്ടാണ്. മേഘ ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡിന് വേണ്ടി നിങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് ബോണ്ട് വാങ്ങുന്നു, വലിയ പദ്ധതികൾ കൊടുക്കുന്നു. അതായത് കോഴയായിട്ട് പണം വാങ്ങുകയാണ്, അതിനുശേഷം പദ്ധതി കൊടുക്കുന്നു. പദ്ധതി അനുവദിച്ചതിന് ശേഷം ഇലക്ട്രൽ ബോണ്ട് വാങ്ങുന്നു. ഞങ്ങൾ കോഴയായിട്ട് എവിടുന്നും ഒരു പൈസ പോലും വാങ്ങിയിട്ടില്ല. വലിയ കോഴയല്ലേ സാർ? അല്ല, ഒരിക്കലുമല്ല. ഇതെല്ലാ പാർട്ടിക്കാർക്കും ചെയ്യാവുന്ന, BJPക്ക് മാത്രം ചെയ്യാവുന്ന ഒരു പദ്ധതിയല്ല, മുഴുവൻ ദേശീയ പാർട്ടികൾക്കും ചെയ്യാവുന്ന പദ്ധതിയായിട്ടാണ് ഇലക്ട്രൽ ബോണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളെ ബാധിക്കില്ല, ഞങ്ങൾ ഒരു തരത്തിലും ബാധിക്കില്ല. മാത്രമല്ല, ഈ മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിൽ ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള ഒരു വലിയൊരു മുന്നേറ്റം ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ഭേദഗതിയുടെ ചട്ടം വിജ്ഞാപനം ചെയ്തിട്ടും ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ട്? തീർച്ചയായിട്ടും. ഈ പൗരത്വ ഭേദഗതി നിയമത്തിൽ ഇവിടുത്തെ നിലവിലുള്ള ഈ രാജ്യത്ത് ജനിച്ചു ജീവിക്കുന്ന ഒരു പൗരനും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് ഇവിടുത്തെ പൊതുസമൂഹം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. പക്ഷേ ഇവിടെ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഇത്തരത്തിലുള്ള വർഗീയപരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് ഇവിടുത്തെ വർഗീയ വികാരം ഇളക്കി വിട്ടുകൊണ്ട് വോട്ട് എങ്ങനെ പെട്ടിയിലാക്കാമെന്നാണ് ഈ രണ്ട് മുന്നണികളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇവിടുത്തെ പൊതുസമൂഹം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. പ്രചരണം നടത്തുന്നത് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് എന്നുള്ളതാണ് BJPയുടെ ആക്ഷേപം. അത് മലപ്പുറത്ത് നിങ്ങൾ പ്രത്യേകിച്ചും നടത്താൻ പോകുന്നു തെരഞ്ഞെടുപ്പിന്റെ കാലമാകുമ്പോൾ എന്നതാണ് രശ്മിൽ പറയുന്നത്. അതിനുള്ള മറുപടി വേണം. രണ്ടാമത്തെ ഇലക്ട്രൽ ബോണ്ടുമായി അവർക്കൊരു ഭയവുമില്ല, ആരുടെ മുന്നിലും അവർ തുറന്നു പറയും. BJP തുറന്നിട്ട വാതിലാണ്, അവർക്ക് ഒളിക്കാൻ ഒന്നുമില്ല എന്നതാണ് രശ്മിൽനാഥ് പറയുന്നത്. അതിനോടൊപ്പം ഒളിച്ചോടുകയായിരുന്നു ഈ മണ്ഡലത്തിൽ നിന്നുള്ള MP എന്നുള്ള മൂന്നാമത്തെ ചോദ്യത്തിനും ഉത്തരം വേണം. ആദ്യത്തേത് MP-യുടെ ഒളിച്ചോട്ടം. യഥാർത്ഥത്തിൽ അബ്ദുൾ സമദ് സമദാനി സാഹിബ് അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലമാണ് പൊന്നാനി പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസി. അദ്ദേഹം തിരിച്ചു അങ്ങോട്ട് പോയി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കുന്ന സമയത്ത് ഓൾറെഡി അവിടെ ഒരു MP ഉണ്ട്. ഉപതെരഞ്ഞെടുപ്പിലാണ് സമദാനി സാഹിബ് മത്സരിക്കുന്നത്. സ്വാഭാവികമായിട്ടും സമദാനി സാഹിബിനെ സംബന്ധിച്ചിടത്തോളം ലഭിച്ചിട്ടുള്ള ആദ്യത്തെ അവസരമാണ് പാർലമെന്റിലേക്ക് അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിൽ മത്സരിക്കാൻ. ബഷീർ സാഹിബിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 4.5 പതിറ്റാണ്ടിലേറെ ഈ ജനാധിപത്യ പ്രക്രിയയിൽ വിവിധ പദവികളിലിരുന്ന അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടാണ് പാർലമെന്റിൽ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ മത്സരിക്കാൻ അവസരം. കൂട്ടത്തിലൊരു ചോദ്യം, അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടത് എവിടാ? അങ്ങനെ ഞാൻ പറയുന്നത് മുസ്ലിം ലീഗിന്റെ പശ്ചാത്തലത്തിൽ. ഞാൻ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ഈ മണ്ഡലങ്ങൾ മാത്രം വെച്ച് മാറ്റാണല്ലോ ഇവിടെ ചോദ്യം വന്നത്. അങ്ങനെ ദേശീയ തലത്തിലുള്ള കാര്യമല്ല. രണ്ടാമത്തെ കാര്യം, ബഷീർ സാഹിബിന് ഭൂരിപക്ഷം കൂടുതലുള്ള മണ്ഡലമായിരുന്നു പൊന്നാനി. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ അതിനേക്കാൾ കുറവാണ് ഈ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയുടെ റിസൾട്ട്. എങ്ങനെയാണ് കൂടുതലുള്ളിടത്ത് നിന്ന് താഴത്തേക്ക് ഒളിച്ചുവിടുക എന്ന് പറയുന്നതിന്റെ യുക്തി എന്താണ്? അത് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് എന്ന് ആര് പറഞ്ഞു? LDF ആ അർത്ഥത്തിലൊക്കെ പറയാം. LDF സംബന്ധിച്ചിടത്തോളം മലപ്പുറം ജില്ലയുടെ പോളിറ്റിക്സിൽ എന്താണ് അവർക്കുള്ള റോൾ എന്നുള്ളത് നമ്മളെക്കാൾ കൂടുതൽ ധാരണ അവർക്കുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ ഒരു 1-2 മാസം മുമ്പ് വരെ മുസ്ലിം ലീഗിന്റെ വേദികളിലിരുന്ന ആളുകളെ സ്ഥിരമായി പാർലമെന്റിലെയും നിയമസഭയിലെയും സ്ഥാനാർത്ഥികളാക്കുക എന്നുള്ള ദുര്യോഗം LDF മലപ്പുറം ജില്ലയിൽ മാത്രം വന്നു ഭവിച്ചിട്ടുള്ളൊരു ബുദ്ധിമുട്ടാണ്. എത്ര പ്രഗത്ഭരായിട്ടുള്ള സ്വതന്ത്രന്മാരെ നിർത്തിയ പാർട്ടിയാണ് അവർ. കേരളത്തിലെ അതിപ്രഗത്ഭരായിട്ടുള്ള ആളുകളെ നിയമസഭയിലേക്ക് സ്വാതന്ത്ര്യ ചിഹ്നത്തിൽ മത്സരിച്ചിരുന്ന അവർ ഇപ്പോൾ ലീഗിന്റെ വേദികളിൽ നിന്ന് എന്തെങ്കിലും ഒരു വഴക്കുണ്ടാക്കി തിരിച്ചുപോയ ആളുകളോട് തിരിച്ചു പോവല്ലേ, ഞങ്ങളോട് കൂടി ഒന്ന് സംസാരിച്ചേക്കണമെന്ന് പറഞ്ഞ് നോമിനേഷൻ പേപ്പർ എഴുതി കൊടുക്കാൻ പറയുന്ന രീതിയിൽ അത്രമാത്രം CPM രാഷ്ട്രീയമായിട്ട് മലപ്പുറം ജില്ലയിൽ പതറിപ്പോയി എന്നുള്ളതിന്റെ തെളിവാണ് പൊന്നാനിയിലെ സ്ഥാനാർത്ഥി ഉൾപ്പെടെ. അതൊരു കാര്യം. അതായത് സ്വന്തം നാട്ടിൽ മത്സരിക്കാൻ വന്നതാണ്, ഒളിച്ചോടിയതല്ല, യാതൊരു സംശയവുമില്ല. അത് ഈ റിസൾട്ട് നിങ്ങൾ ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ്, ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരും. ഈ വരാനിരിക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ഈ 2 സ്ഥാനാർത്ഥികൾ വോട്ട് ചെയ്ത് കറക്റ്റ് ആയിരുന്നു നിങ്ങൾക്ക് ഈ റിസൾട്ട് ബോധ്യപ്പെടുത്തി തരും. യാതൊരു സംശയത്തിന് വേണ്ട. ഈ ടി മുഹമ്മദ് ബഷീറിന്റെ സ്വന്തം മണ്ഡലം ഏതാ?
മലപ്പുറം പാർലമെന്റ് പിന്നെ എന്തിനു പൊന്നാനിയേക്ക് മത്സരിച്ച അയാൾ പോയി? പൊന്നാനിയിൽ കഴിഞ്ഞ വർഷം അഹമ്മദ് സാഹിബ് എന്ന് പറയുന്ന അഹമ്മദ് സാഹിബ് ജീവിച്ചിരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ നാഷണൽ ലീഡറാണ്. അദ്ദേഹത്തിന്റെ ഹോം ടൗൺ എന്ന് പറയുന്നത് കണ്ണൂരായിരുന്നു. കണ്ണൂർ കോൺസ്റ്റിറ്റ്യൂൻസിൽ മുസ്ലിം ലീഗ് അല്ല അതിന് തൊട്ട് മുമ്പല്ല. ഇവിടെ അഹമ്മദ് സാഹിബ് ജീവിച്ചിരിക്കുന്ന കാലം സേഡ് സാഹിബിന് ശേഷം അർഹൂം അഹമ്മദ് സാഹിബായിരുന്നു. അഹമ്മദ് സാഹിബിന് ശേഷം പിന്നെ അഹമ്മദ് സാഹിബിന് ശേഷം ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് മത്സരിക്കുമ്പോൾ ബഷീർ സാഹിബ് ഓൾറെഡി MP ആണ്. ബഷീർ സാഹിബിനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി അദ്ദേഹത്തിന്റെ പാർലമെന്റ് മണ്ഡലത്തിൽ അദ്ദേഹത്തിനേക്കാൾ സീനിയർ ആയിട്ടുള്ള നേതാവില്ലാത്ത ആദ്യത്തെ തെരഞ്ഞെടുപ്പാണിത്. ആദ്യത്തെ തെരഞ്ഞെടുപ്പ് വളരെ ക്ലിയർ ആണ്. ഇടതുപക്ഷം പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ AT മുഹമ്മദ് ബഷീർ അങ്ങോട്ടും അബ്ദുൾ സമദാനി ഇങ്ങോട്ടും വന്നത് ഒളിച്ചോട്ടം എന്ന് പറയുന്നത്. ഇങ്ങോട്ടോ ബഷീർ സാഹിബ് ഇങ്ങോട്ട് വന്ന് അങ്ങോട്ട് ഇതിന് ഒളിച്ചോട്ടം എന്ന് പറയുന്നതിന്റെ യുക്തി മനസ്സിലായില്ല. ഒന്നുകിൽ കൂടുതൽ സേഫ്റ്റി ആണെന്ന് തോന്നണമെങ്കിൽ അത് റിസൾട്ട് ആണ് പറയേണ്ടത്. ഭൂരിപക്ഷം കുറവുള്ള ഒരു മണ്ഡലത്തിലേക്ക് എങ്ങനെ ഒളിച്ചോടി വരിക എന്നുള്ളതിന് പറയുന്നതിന്റെ അർത്ഥം. പക്ഷേ നേതാവ് ഇവിടെ BJP BJP വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. വർഗീയത പറഞ്ഞു വോട്ട് ചോദിക്കുന്നു എന്നൊക്കെ ഇദ്ദേഹം പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഒരു പബ്ലിക്കിന്റെ മൈൻഡിൽ വരുന്ന ഒരു ഉത്തരം എന്താണ്? വളരെ ക്ലിയർ ആണത്. രാജ്യത്ത് 9.25 കൊല്ലം വർഷം ഭരണം നടത്തിയ ഒരു പാർട്ടി ബാലൻസ് ഷീറ്റ് മുമ്പോട്ട് വെക്കട്ടെ. രാജ്യത്തെ സാമ്പത്തിക മേഖല, രാജ്യത്തെ പരമ്പരാഗത വ്യവസായ മേഖല, MSME സെക്ടർ, ഇന്ത്യ രാജ്യത്തിന്റെ ഫോറിൻ പോളിസി, സ്വാഭാവികമായിട്ടും ഒരു നാഷണൽ പൊളിറ്റിക്സിൽ ചർച്ച ചെയ്യേണ്ട ഏതെങ്കിലും ഒരു എലമെന്റ് ഇവർ ചർച്ച ചെയ്യുന്നുണ്ട്. 5 ട്രില്യൺ എക്കണോമി, നമ്മൾ വലിയ രീതിയിലുള്ള സാമ്പത്തിക ശക്തി കുതിപ്പായി മാറി എന്നാണ് BJP പറയുന്നത്. BJP അവരതിനനുസൃതമായിട്ടുള്ള തെറ്റായ രീതിയിലുള്ള അവരുടെ വ്യാഖ്യാനങ്ങൾ നടത്തുന്നതിന് രാജ്യത്തെ പൊതുസമൂഹം തിരിച്ചറിയും. ഇവിടെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി, ED ഇവിടുത്തെ രാജ്യത്തെ പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസികളൊക്കെ ഇപ്പൊ NDAയിൽ സഖ്യകക്ഷികളെ പോലെ പെരുമാറുകയാണ്. ഇന്ന് ഒരു വാർത്താ മാധ്യമങ്ങൾ പ്രധാനപൂർവ്വം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, 95% ED കേസുകൾ ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികൾക്കെതിരെയാണ്. കോൺഗ്രസിന്റെ നേതാക്കൾക്കെതിരെ 24 കേസ് നിലനിൽക്കുകയാണ് EDയുടെ. തൃണമൂൽ കോൺഗ്രസിനെതിരെ 19 നിൽക്കുകയാണ്. NCPക്കെതിരെ 11 ഉണ്ട്. ശിവസേനക്കെതിരെ 8 ഉണ്ട്. DMKക്കെതിരെ 6 ഉണ്ട്. BJDക്കെതിരെ 6 ഉണ്ട്. RJDക്കെതിരെ 5 ഉണ്ട്. BSPക്കെതിരെ 5 ഉണ്ട്. SPക്കെതിരെ 5 ഉണ്ട്. DDPക്കെതിരെ 5 ഉണ്ട്. ആം ആദ്മിക്കെതിരെ 3 ഉണ്ട്. ലീഗിനെതിരെ ED വരാത്തത് നിങ്ങൾ ഒരു ഒത്തുതീർപ്പുള്ളതുകൊണ്ടായിരിക്കും. ലീഗിനെ സംബന്ധിച്ചിടത്തോളം ED എന്ന് പറയുന്ന കേന്ദ്ര ഏജൻസിയെ ഭയപ്പെട്ടതുകൊണ്ടല്ല. ലീഗിന്റെ പൊളിറ്റിക്സ് സ്കിൽസിൽ എന്നൊരു ട്രാൻസ്പെറൻസി ഉണ്ട്. അത് ED എന്നല്ല, സാക്ഷാൽ മോഡിയും അമിത്ഷായും കമ്മീഷനായി പരിശോധിച്ചാലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പൊളിറ്റിക്കൽ ട്രാൻസ്പെറൻസി എന്നൊക്കെ പറയുന്നത് അതിന്റെ ധവളിമയാർന്നിട്ടുള്ള പശ്ചാത്തലത്തിലാണ് മുസ്ലിം ലീഗിന് ഇന്ന് കാണുന്ന മുസ്ലിം ലീഗിന്റെ ഒളിച്ചു വെക്കാനൊന്നും ലീഗിലില്ല. ഭേദഗതി വിഷയത്തിൽ നിങ്ങൾ വർഗീയ പ്രചരണം നടത്തുന്നു എന്നതാണ് BJPയുടെ ആക്ഷേപം. മുജീബ്, വർഗീയ പ്രചരണം മുസ്ലിം ലീഗ് നടത്തുന്നു എന്ന് പറയുന്ന അദ്ദേഹം പോലും അത് വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പറയാൻ വേണ്ടി വാദത്തിന് വേണ്ടി പറയുന്നത്. പിന്നെ ഒരു കൂട്ടത്തിൽ ഒരു കാര്യം, മലപ്പുറത്ത് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട്, നമ്മുടെ കാലിക്കറ്റിലെ മുൻ VC. എത്രയോ ആളുകൾ വന്ന് പാലക്കാട് വന്ന് മോഡിയുടെ മുമ്പിൽ ഒന്ന് കൈകൂപ്പി നിൽക്കുമ്പോൾ അതിനുപോലും ഒരു അവസരം കൊടുക്കാത്ത രീതിയിൽ ഇവരുടെയൊക്കെ മനസ്സ് എത്രമാത്രം. പൊന്നാനിയിലെ സ്ഥാനാർത്ഥി കൊടുത്ത ഒരു കാര്യം, പൊന്നാനിയിലെ സ്ഥാനാർത്ഥി കൊടുത്തിട്ടുണ്ട്. പൊന്നാനിയും മലപ്പുറം പാർലമെന്റ് മണ്ഡലവും ഇവിടെ 2 പഞ്ചായത്ത് കഴിഞ്ഞാൽ അതിന്റെ ബൗണ്ടറിയാണ്. അവിടെയുള്ള സ്ഥാനാർത്ഥിക്ക് മോഡിയുടെ അടുത്ത് പോയി കാണാമെന്നും തൊട്ട് 2 പഞ്ചായത്ത് ഇപ്പുറമുള്ള സ്ഥാനാർത്ഥിക്ക് കാണാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ വളരെ ലളിതമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൽ രാജ്യത്ത് ഒരു കാരണവശാലും ഒരു പ്രതീക്ഷയുമില്ലാത്തൊരു മണ്ഡലത്തിൽ നാമമാത്രമായിട്ടുള്ള ഒറ്റ ചോദ്യം കൂടി ചോദിച്ചാൽ ഞാൻ വരാം, BJPയിലേക്കും LDFിലേക്കും വരാം. അതിന് ഒരു ചോദ്യം കൂടി, നിങ്ങൾ ഈ അബ്ദുൾ സലാമിനെ വെള്ളവും വളവും ഒക്കെ കൊടുത്ത് വളർത്തി നേരെ NDAയിലേക്ക് വിടുകയായിരുന്നു. അബ്ദുൾ സലാമിനെ ലീഗ് പൊളിറ്റിക്കൽ ലീഡറായിട്ട് ഒരു കാര്യത്തും കൈകാര്യം ചെയ്തു. നിങ്ങളെ കാലിക്കറ്റ് സർവകലാശാലയുടെ VC ആയിട്ട് മാത്രമല്ല, സംസ്കൃത സർവകലാശാലയുടെ VC KS രാധാകൃഷ്ണൻ ഇരിക്കുന്ന ലീഗ് മിനിസ്റ്റർ എന്ന സമയത്താണ്. ഞങ്ങൾ വിദ്യാഭ്യാസ മേഖലയിലും അക്കാഡമീഷ്യനെയും നോക്കി കാണുന്ന ഒരിക്കലും രാഷ്ട്രീയത്തിന്റെ മാനദണ്ഡം വെച്ചല്ല. ആസ് എ അക്കാഡമീഷ്യൻ എന്നുള്ള രീതിയിൽ KS രാധാകൃഷ്ണൻ നന്നായിരുന്നു. പക്ഷെ അദ്ദേഹം അത് റിട്ടയർമെന്റ് ചെയ്തതിനു ശേഷം ആദ്യം തേടി താവളം പോയി BJPയിലേക്ക്. അബ്ദുസലാം പരാജയമാണെന്നുള്ള ഈ തെരഞ്ഞെടുപ്പ് വിധി എഴുതും. പക്ഷെ അക്കാഡമീഷ്യൻ എന്നുള്ള രീതിയിലാണ് ലീഗ് അംഗീകരിച്ചത്. ആ അർത്ഥത്തിലാണ് അദ്ദേഹത്തിന് കാലിക്കറ്റ്. അതാണ് അബ്ദുൾ സലാമിനെ എന്തുകൊണ്ടാണ് BJP വണ്ടിയിൽ കയറ്റാത്തത് എന്ന ചോദ്യത്തിന് അപ്പുറം അബ്ദുൾ സലാമിനെ ലീഗ് കണക്കാക്കുമ്പോൾ ഒരു അക്കാഡമീഷ്യൻ എന്ന നിലയിലാണ്. അപ്പോൾ NDAയിലേക്ക് പോയ UDF സ്ഥാനാർത്ഥി എന്ന രീതിയിൽ നിങ്ങൾ അതിനെ പരിചയപ്പെടുത്തരുതെന്നാണ് പറയുന്നത്. കാലിക്കറ്റ് സർവകലാശാലയിലെ VC ആയി അബ്ദുൾ സലാമിനെ നിശ്ചയിക്കുന്നതിന് മുമ്പ് ഒരാളെ നിശ്ചയിച്ചിരുന്നു. അത് മറ്റാരുമല്ല, ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പളായിരുന്നു. അതാണ് മുസ്ലിം ലീഗിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ സമീപനം. അതിനെതിരെ ശക്തമായ നിയമ നടപടികളും അതോടൊപ്പം തീരുമാനം വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. നിങ്ങൾ തീരുമാനമെടുത്തോ? നിങ്ങൾ ലിസ്റ്റ് കൊടുത്തോ? നിങ്ങൾ നൽകിയ ലിസ്റ്റിൽ ഗവർണർക്ക്
ഗവർണർക്ക് കൊടുത്ത ലിസ്റ്റിൽ അധ്യാപകരുടെ പേരുണ്ടായിരുന്നു. ഗവർണർക്ക് കൊടുത്ത് UGC ചട്ടം അനുസരിച്ച് ഗവർണർക്ക് കൊടുക്കേണ്ട ലിസ്റ്റിൽ ഈ പറയുന്ന ഹയർ സെക്കൻഡറി അധ്യാപകരുണ്ടായിരുന്നു. ഒറ്റ കാര്യമുള്ളൂ, മുസ്ലിം ലീഗിൽ നടക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം അറിയാത്തത് കൊണ്ടാണ്. കാരണം എന്താണെന്നറിയോ, ഈ ഹമീദ് മാഷ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനെ പിടിച്ച് VC ആക്കണം എന്ന് പറഞ്ഞ് ഗവർണർക്ക് ലെറ്റർ കൊടുത്തത് ആരാ? ഈ പറയുന്ന മുസ്ലിം ലീഗിന്റെ വിദ്യാഭ്യാസ മന്ത്രിയാ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ED ചന്ദ്രികയിലേക്ക് വന്നത് 500 മീറ്ററേ ഉള്ളൂ. ഈ മുസ്ലിം ഇവിടെ മുനിസിപ്പാലിറ്റിയിൽ നിന്നും 500 മീറ്റർ അപ്പുറത്താണ് ചന്ദ്രികയുടെ ഓഫീസ് വന്നത്. അദ്ദേഹം അറിഞ്ഞിട്ടില്ല. ഇനി അറിഞ്ഞിട്ടും പറയാത്തതാണോ എന്നറിയില്ല. അത്രമാത്രം EDയുമായി ബന്ധം അവർക്കുണ്ട്. നന്നായി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇതൊന്നും അറിഞ്ഞിട്ടും നടന്നിട്ടില്ല എന്ന് പറയാണ്. ഒറ്റ കാര്യമുള്ളൂ, ഇവിടെ BJPയുടെ പ്രതിനിധി പറഞ്ഞു ഇലക്ട്രൽ ബോണ്ടിനെ സംബന്ധിച്ച്. അദ്ദേഹം അതിനെക്കുറിച്ചൊന്ന് പഠിക്കണം. ഇലക്ട്രൽ ബോണ്ടിന്റെ പ്രധാനപ്പെട്ട സവിശേഷത തന്നെ എന്താണ്? ആരാണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പണം നൽകുന്നത്, ഫണ്ട് നൽകുന്നത്, അതവിടെ മൂടി വെക്കുന്നു. അത് ഒരാളെയും അറിയിക്കേണ്ടതില്ല, അതിന്റെ വെളിപ്പെടുത്തേണ്ടതില്ല. അത് വളരെ സുതാര്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം അതിനെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ടാണ്. അത്തരത്തിൽ വളരെ ഹൈഡ് ചെയ്യപ്പെട്ട ഒരു കാര്യമാണ് ഈ ഇലക്ട്രൽ ബോണ്ട്. ആരാർക്ക് നൽകുന്നു എന്നത് എവിടെയും വെളിപ്പെടുത്തുന്നില്ല. അത് വെളിപ്പെടുത്താത്തതിനെ സംബന്ധിച്ച് കഴിഞ്ഞ 6 വർഷങ്ങൾക്ക് മുമ്പ് CPIM ആണ് അതിനെതിരായി സുപ്രീം കോടതിയിൽ പോയി. ഇവിടെ വളരെ ശക്തമായ നിയമ നടപടികളുടെ ഭാഗമായി ഏറ്റവും ഒടുവിൽ ഇലക്ട്രൽ ബോണ്ടിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ നടപടികളും നിർത്തിവെക്കേണ്ടതായി വന്നത്. പണം നൽകി എന്നതിന്റെ ലിസ്റ്റ് പ്രഖ്യാപിക്കേണ്ടി വന്നത്. മാസപ്പടി വിഷയത്തിൽ നിങ്ങൾ പാർട്ടിയിലേക്ക് വന്നെങ്കിൽ ഇവിടെ മുഖ്യമന്ത്രിയുടെ മകളുടെ കൈകളിലേക്കാണ് പണം. മാസപ്പടിയുടെ എല്ലാ ഇന്ന് ലീഗ് പോലും പറയാത്ത കാര്യമാണ് ഇപ്പൊ പറയാത്തതിനെ സംബന്ധിച്ചാണ് നിങ്ങൾ ഇവിടെ മാത്രമല്ല എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട മറ്റ് കമ്പനികളുടെ പേര് കൂടി ഇന്ന് SFI പുറത്തുവിട്ടിട്ടുണ്ട്. അവിടേക്ക് അന്വേഷണം പോവുകയാണ്. എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് അരവിന്ദ് കെജ്രിവാൾ പോലെ മുഖ്യമന്ത്രിയുടെ മകളുടെ വീട്ടിലേക്ക് നടക്കട്ടെ. എല്ലാ അന്വേഷണം ഇവിടെ നടക്കട്ടെ. ഒരു അന്വേഷണത്തിനും ആരും ഇവിടെ എതിരല്ലല്ലോ. ഇന്ന് ഈ പറയുന്ന മാസപ്പടി വിവാദത്തിനെ കുറിച്ച് UDFന് പോലും ഇന്നൊരു മൈക്ക് കെട്ടി പ്രസംഗിക്കാൻ കഴിയില്ല. അതിന്റെ വസ്തുത ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ഇവിടെ ഇലക്ട്രൽ ബോണ്ട്, ഇവിടെ ആയിരക്കണക്കിന് കോടി രൂപ ഇവിടെ BJP വാങ്ങിവെക്കുക. ആരാർക്ക് നൽകി എന്നതിനെ സംബന്ധിച്ച് CPIM സുപ്രീം കോടതിയിൽ പോയി ശക്തമായ നിയമ നടപടികളുടെ ഭാഗമായി ഇവിടെ ഉത്തരവിന്റെ ഭാഗമായി ഇവിടെ പുറത്തുവിട്ടു ലിസ്റ്റ്. ആ ലിസ്റ്റ് പുറത്തു വന്നപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. BJPയും കോൺഗ്രസും ഇവരെല്ലാവരും കോടിക്കണക്കിന് വരുന്ന രൂപയാണ് അഴിമതി നിയമവിധേയമാക്കിക്കൊണ്ട് ഇവിടെ ഇലക്ട്രൽ ബോണ്ടിന്റെ ഭാഗമായി കൈപ്പറ്റിയിട്ടുള്ളത്. ഈ കേരളത്തിൽ നിന്നുൾപ്പെടെ മലയാള മനോരമയുടെ സ്ഥാപനമാണ് MRF. ആ MRF ഉൾപ്പെടെ BJPക്ക് ഇലക്ട്രൽ ബോണ്ടിന്റെ ഭാഗമായി പണം നൽകിയിരിക്കുന്നു. ഇവിടെ സാബു കേരളത്തിലെ വ്യവസായ അന്തരീക്ഷം മഹാമോശമാണെന്ന് പറഞ്ഞ് ഇതാ ഞാൻ തെലങ്കാനയിലേക്ക് പോവുകയാണ്, അവിടെ വലിയ തോതിലുള്ള സൗകര്യങ്ങൾ എനിക്ക് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ചാർട്ടേഡ് വിമാനത്തിൽ ഇവിടുന്ന് പറന്നതിന്റെ തൊട്ടടുത്ത ദിവസം 25 കോടി രൂപയാണ് BJPന്റെ അക്കൗണ്ടിലേക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി നൽകിയത്. അതും ഇപ്പോഴല്ലേ വെളിപ്പെട്ടത്. അപ്പോ വളരെ കൃത്യമാണ്, ഇലക്ട്രൽ ബോണ്ട് നിയമപരമാക്കി മാറ്റുന്നു അഴിമതിയെ. അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ പണം അത്രയും പോയത്. പൗരത്വ ഭേദഗതി നിയമത്തെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞു. ഇവിടെ എന്താണ് യൂത്ത് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഫിറോസ് ഇവിടെ പറഞ്ഞത്? അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് പറയുകയാണ് CAA യാഥാർത്ഥ്യമായി, അതിവിടെ നടപ്പിലാക്കാതിരിക്കാൻ കഴിയില്ല, അതിവിടെ നടപ്പിലാക്കേണ്ടി വരും. യൂത്ത് പറയുന്നു ഒറ്റ കാര്യം, ഭരണഘടനാ വിരുദ്ധമായ ഭേദഗതിയെ ചോദ്യം ചെയ്ത് ഇവിടെ DYFIയും കേരള സംസ്ഥാന ഗവൺമെന്റും ഉൾപ്പെടെ സുപ്രീം കോടതിയിൽ പോയിരിക്കുന്നു. അതിന്റെ ഭാഗമായി ഇതാ അതിന്റെ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. അതിനകത്ത് പല രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പൊ കക്ഷി ചേർന്നിരിക്കുന്നു എന്നതാണ് ലീഗിന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും ആരോപണം. എന്താണ് കേരള സംസ്ഥാനത്തിന് മാത്രമായി CAയിൽ ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ലല്ലോ. ഭരണഘടനാ വിരുദ്ധമായ ഏറ്റെടുക്കുന്നത് ന്യൂനപക്ഷ വോട്ടുകൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ്. ഒന്നുമില്ല, വളരെ കൃത്യമാണ്. എല്ലാ വിഭാഗം ജനങ്ങളെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഈ കേരളത്തിലെ ഗവൺമെന്റിനുണ്ട്. ആ ഉത്തരവാദിത്വം നിർവഹിക്കുക തന്നെ ചെയ്യും. ആ സമയത്ത് ന്യൂനപക്ഷ വിഭാഗങ്ങളെ ആശങ്കയിലാക്കുന്നതിന് വേണ്ടിയാണ്, ഇവിടെ അതിൽ നിന്നും രാഷ്ട്രീയ ലാഭം നേടുന്നതിന് വേണ്ടിയാണ് മുസ്ലിം ലീഗിന്റെ നേതാവ്, യൂത്ത് ലീഗിന്റെ നേതാവ് ഈ നിയമം ഇവിടെ നടപ്പിലാക്കേണ്ടി വരുമെന്ന് പറയുന്നത്. ഒറ്റ കാര്യം കൂടി, നിങ്ങൾ എന്തുകൊണ്ടാണ് ഭരണഘടനാ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഈ പൗരത്വ പരിപാടിക്കെതിരായിട്ടുള്ള പരിപാടികൾ ഈ വടക്കൻ കേരളത്തിൽ മാത്രം നടത്തുന്നത്? എല്ലായിടങ്ങളിലും ഉണ്ട്. നിങ്ങൾ തുടങ്ങിയത് എവിടുന്ന? കോഴിക്കോട് നിന്നല്ലേ? ഞങ്ങൾ ഏറ്റവും നന്നായി സംഘടിപ്പിക്കാൻ പറ്റുന്ന ഒരു കേന്ദ്രം കോഴിക്കോടാണോ നിങ്ങൾക്ക് ഏറ്റവും നന്നായി സംഘടിപ്പിക്കാൻ പറ്റുന്നത്? ഏറ്റവും നന്നായി ആയിരക്കണക്കിന്
അതായത് നിങ്ങൾ ഈ വിഷയം ആളുകളെ നോക്കുന്നത് ന്യൂനപക്ഷ അണിനിരത്താൻ വോട്ടുകൾ കഴിയുന്ന കൂടുതലുള്ള സ്ഥലങ്ങളിൽ അവിടേക്ക് അങ്ങനെയാണെങ്കിൽ കൊണ്ടുപോയി മലപ്പുറത്തായിരുന്നു പീഡിപ്പിക്കുകയാണ്. ആദ്യം നടത്തേണ്ടത്. മലപ്പുറത്തേക്ക് വരുന്നു. വരും. അത് നോക്കൂ, വടക്കൻ അപ്പോൾ ആദ്യം കേരളത്തിലേക്കാണ് കോഴിക്കോടാണ് വരുന്നത്. നടത്തിയത്. ആദ്യം കോഴിക്കോടാണ് നടത്തിയത്. കോഴിക്കോടും മലപ്പുറവും ഒക്കെയാണ് നിങ്ങൾ നോട്ടമിടുന്നത്. ഒരു സംശയം വേണ്ട. നോക്കൂ, ഏറ്റവും നന്നായി ആളുകളെ സംഘടിപ്പിച്ച് അവരുടെ ആശങ്കകൾ പരിഹരിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഗവൺമെന്റും ഇടതുപക്ഷവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരി. അതിനകത്ത് തീവ്ര നിലപാടുകാരെ കയറ്റി അതിനകത്ത് വലിയ ആശങ്കയുണ്ടാക്കി അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം നേടുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ലീഗിന്റെ നേതൃത്വം വളരെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ടതാണ്. BJP നേതാവിലേക്കും വരാം, ഒപ്പം വോട്ടർമാരിലേക്കും നമ്മുടെ രാഷ്ട്രീയ പ്രതിനിധികളും ചർച്ചയിൽ പങ്കുചേരുന്നുണ്ട്. നോമ്പ് തുറക്കുന്ന സമയമായതുകൊണ്ടാണ് എല്ലാവരും അല്പം വൈകിയത്. എല്ലാവരും ഉഷാറായി എത്തിയിട്ടുണ്ട്. മലപ്പുറത്തെ വോട്ടർമാരും രാഷ്ട്രീയ പ്രതികരണം നടത്താൻ എത്തിയിരിക്കുന്ന പ്രവർത്തകരുമുണ്ട്. നമുക്ക് അവരുടെ പ്രതികരണങ്ങളിലേക്ക് കൂടി വേഗം പോകണം. UDFന്റെ ഉരുക്കുകോട്ടയിൽ ഇത്തവണ ലീഗിന് ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുമോ LDF? വസീഫ് എന്ന ചെറുപ്പക്കാരൻ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഒപ്പം മോദിയുടെ ഇമേജ് മലപ്പുറത്ത് എങ്ങനെയാണ് വോട്ടായി മാറുക? എന്താണ് സാധ്യത? എന്താ സാധ്യത? ആര് ജയിക്കും? മോദി ജയിക്കും. എന്താ മോദി ജയിക്കുന്ന ഇത്ര ആത്മവിശ്വാസം? മോദി അത്രയും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആർക്ക് വേണ്ടി ചെയ്തു? ജനങ്ങൾക്ക്. മലപ്പുറത്തിന് വേണ്ടി എന്ത് ചെയ്തു? മലപ്പുറത്തിന് വേണ്ടി മൊത്ത രാജ്യത്തെ എല്ലാവർക്കും മുനിസിപ്പാലിറ്റിക്ക് വേണ്ടി 38 കോടി കൊടുത്തിട്ടുണ്ട്. മലപ്പുറം മുനിസിപ്പാലിറ്റിക്ക് 38 കോടി കൊടുത്തിട്ടുണ്ട് നരേന്ദ്രമോദി, അല്ലേ? ഉണ്ട്, കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട്. ഈ അബ്ദുസലാം ലീഗ് സ്ഥാനാർത്ഥിയായിരുന്നു, അഥവാ ലീഗിന്റെ നോമിനിയായി വന്ന് വൈസ് ചാൻസലർ ആയാൽ BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നുള്ള വിഷമമുണ്ടോ? എന്തിനാ വിഷമിക്കുന്നത്? മലപ്പുറല്ലേ അങ്ങനെയല്ലേ വരേണ്ടത്? അത് അങ്ങനെ ഒരു സ്ഥാനാർത്ഥി ഇവിടെ വേണ്ടേ? ഇത്രയും പ്രഗത്ഭനായ ഒരു സ്ഥാനാർത്ഥി മലപ്പുറത്ത് ഉണ്ടോ? അപ്പൊ BJPക്ക് തന്നെയാണ് സാധ്യത, NDAക്ക് തന്നെയാണ്. അബ്ദുസലാം വളരെ പ്രഗത്ഭനായിരുന്നു എന്ന അഭിപ്രായമാണ് താങ്കൾക്കുണ്ടായിരുന്നത്. എന്താ ഒരു അപ്പൊ ആ പ്രഗത്ഭനായ ആളെ തന്നെയാണ് ലീഗ് വൈസ് ചാൻസലർ ആയിട്ട് നിയമിച്ചിരുന്നത്. പക്ഷെ അന്ന് നിങ്ങൾ അങ്ങനല്ല പറഞ്ഞത്. ഞങ്ങള് ലീഗ് നോക്കിയതെന്ന് ഞങ്ങൾ നോക്കില്ല. ഞങ്ങള് NDAയുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ. എന്റെ അഭിപ്രായം എന്താ അഭിപ്രായം? NDA എപ്പോഴും നല്ല കാര്യങ്ങളല്ലേ ചെയ്യണുള്ളൂ. അത്രേ കാര്യങ്ങൾ. ഇപ്പൊ ഇലക്ട്രൽ ബോർഡിൽ നിങ്ങൾ പണം വാങ്ങി എന്നുള്ളതാണ് ഒരു ആരോപണം, രാഷ്ട്രീയ അത് നമ്മുടെ നേതാവ് രശ്മിൻജി ഇവിടെ സംസാരിച്ചു. അപ്പൊ അത് കൈക്കൂലിയല്ല, കൈക്കൂലി അത് കോഴയല്ല, വ്യക്തമാക്കി വ്യക്തമാക്കി തന്നു. ഓക്കെ, നമ്മൾ ഒരു പ്രതികരണം കൂടി. എന്താണ് ഇവിടുത്തെ എന്താ അവസ്ഥ? എനിക്ക് ചോദിക്കാനുള്ളത് UDFന്റെ പ്രതിനിധിയാണ്. പറഞ്ഞോ. MSFന്റെയും യൂത്ത് കോൺഗ്രസ് മുസ്ലിം നമ്മളെ യുവജന സംഘടനകളെ കുറേ നേതാക്കൾ ഇവിടുന്ന് വളർന്നു വന്നിട്ടുണ്ട്. എന്നിട്ട് എന്തുകൊണ്ട് ഇപ്പോഴും ഈ സമദാനി മീട്ടി മാത്രം ഇവിടെ മത്സരിച്ചു പോകുന്നത്? യുവത്തന്മാരെ കൊണ്ടുവരണം, ഞങ്ങളെപ്പോലത്തെ ചെറുപ്പക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല ആളുകളെ കൊണ്ടുവരണം. അല്ലാതെ നിങ്ങൾക്ക് ഈ പ്രായമേറിയവരെ അക്സെപ്റ്റ് ചെയ്യാൻ ഒരു ചെറിയ മാനസിക വിഷമമുണ്ട്. മനസ്സിലായി. ഈ നമ്മൾ അവിടെ പാർലമെന്റിൽ പോയിട്ട് സംസാരിക്കാൻ കഴിവുള്ളവരെ കൊണ്ടുവരണം. അല്ല യുവത്തന്മാരെ. അബ്ദുൽ സമദാനിയൊക്കെ നല്ല പ്രഭാഷകനല്ലേ? പ്രഭാഷകൻ നമ്മൾ മൂപ്പരെ പറ്റി കുറെ കാര്യങ്ങൾ കേട്ടു. മൂപ്പരെ വീട്ടിൽ ഒരു പൊതി കൊണ്ട് എന്നാലേ മൂപ്പരെ ഉള്ളിൽ കേട്ടുള്ളൂ. ഇപ്പൊ ഇന്നത്തെ ആൾക്കാരല്ല, അത് അത്യാവസ്ഥ തന്നെയാണ്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമുക്ക് വേണ്ടത് യുവത്തന്മാരാണ്. ചെറുപ്പക്കാരെ കൊണ്ടുവരുന്നതാണ് ഏറ്റവും ഉത്തമം. പാർലമെന്റിലേക്ക് ചെറുപ്പക്കാരെ എത്തിക്കാനുള്ള ഏറ്റവും പരിശ്രമമാണ്. ഈ ലീഗ് ചെറുപ്പക്കാരെ നിർത്തുന്നില്ല എന്നൊരു പരാതി താങ്കൾക്കുണ്ട്. എന്താ ഒരു പ്രതികരണം? എനിക്ക് ചോദിക്കാനുള്ള UDFന്റെ പ്രതിനിധിയോടാണ്. അപ്പോൾ നമുക്ക് 19 MP-മാർ UDFന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് വന്നു. കേരളത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി അല്ലെങ്കിൽ ജയിച്ചു പോയിട്ടുള്ള MP-മാർ കേരളത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളൊരു ചോദ്യമാണ്. അതിനകത്ത് ക്ലാരിഫിക്കേഷൻ ഉണ്ട്. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വലിയ സാമ്പത്തിക വിരോധം കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. GST വീതം കൊടുക്കാത്ത വിഷയം, അതുപോലെ തന്നെ മറ്റു പല ആനുകൂല്യങ്ങളും, കടമെടുപ്പ് പരിധി, നമ്മുടെ കിഫ്ബി അടക്കമുള്ള ബോർഡുകൾ കടമെടുക്കുന്നത് പോലും സംസ്ഥാന സർക്കാരിൻ്റെ കടമെടുപ്പ് പരിധിയിലേക്ക് കൊണ്ടുവന്ന് അതിനെ നിർത്തലാക്കുന്ന രീതിയിലേക്കാണ്. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ പെൻഷൻ കിട്ടാത്തതും സാന്ത്വന പ്രവർത്തനങ്ങൾ നടക്കാത്തതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കണ്ണീരൊലിപ്പിക്കുന്ന UDF എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള സാമ്പത്തിക ഉപരോധം കേരളത്തിനെതിരെ നടപ്പിലാക്കിയപ്പോൾ പ്രതികരിച്ചില്ല? കേരളം ഒരു വലിയ സമരം ഡൽഹിയിൽ നടത്തിയ സമയത്ത് ദില്ലി ചലോ അതിന്റെ ഭാഗമായിട്ട് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ അധ്യക്ഷ വരെ പങ്കെടുത്തിട്ട് പോലും കേരളത്തിൽ നിന്ന് പങ്കെടുത്തു. എന്തായാലും അവരാരും ഇവിടുന്ന് ഒരാള് കേരളത്തിന്റെ പൊതു ആവശ്യമെന്നുള്ള രീതിയിലേക്കുള്ള ഒരു പങ്കാളിത്തം അതിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടില്ല. LDFന്റെ പ്രതിനിധിയാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ നിങ്ങൾ ഇവിടെ ഈ മണ്ഡലത്തിൽ മത്സരിക്കുന്നത് BJP പരാജയപ്പെടുത്താനാണോ? BJP-യെ പരാജയപ്പെടുത്താനല്ല, പിന്നെന്തിനാ? ഈ രാജ്യത്തിനകത്ത് ന്യൂനപക്ഷ പ്രതിനിധികൾ പാർലമെന്റിൽ വരണമെന്നൊരു ആഗ്രഹം. ന്യൂനപക്ഷ പ്രതിനിധികൾ എന്നുള്ളതല്ല, ന്യൂനപക്ഷത്തിന് വേണ്ടി കൂടി സംസാരിക്കുവാൻ വേണ്ടി പോകുന്ന ആളുകൾ അവിടെ ഉണ്ടാവണം എന്നുള്ളതാണ്. അതിനകത്തുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ രാജ്യത്ത് ഇവിടുന്ന് ജയിച്ചു പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെത്രത്തോളം ഈ നാടിനോട് കൂറും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് അതിനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു എന്നുള്ളത് ഓഡിറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് വലിയ പ്രശ്നം മലപ്പുറത്തുണ്ട്. പോരാട്ടങ്ങൾ നടക്കുന്നതിന്റെ തെളിവുകൾ നമ്മൾ പറയാം. ഈ രാജ്യത്തിനകത്ത് ഇപ്പൊ ബ്രിട്ടാസിനെ പോലുള്ള രാജ്യസഭ MP സംസാരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇവിടുന്ന് ജയിച്ചു പോകുന്ന MP-മാരുടെ
പൊതുപ്രവർത്തനങ്ങൾ സത്യം പറഞ്ഞാൽ മലപ്പുറത്ത് വിശകലനം ചെയ്യപ്പെടുകയോ കൂടുതൽ കാര്യങ്ങളിലേക്ക് ആര് ജയിച്ചാലും ആര് നിന്നാലും ജയിക്കുമെന്നും ഞങ്ങൾ ജയിച്ചാൽ ഞങ്ങൾക്ക് തോന്നിയ മാതിരി നടക്കുന്നുള്ള നിലപാടാണ് ഈ കണ്ട കാലം അത്രയും UDF എടുത്തിട്ടുള്ളത്. അമിതമായുള്ള ആത്മവിശ്വാസമാണ്. അതിന് മുജീബ് മറുപടി പറയണം. അതിന് മുമ്പ് എന്താണ് ആര് ജയിക്കാനാണ് സാധ്യത? ഇന്ന് രാജ്യത്തെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിക്കെതിരെയുള്ള ഒരു ഇന്ത്യ രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങളും ഒന്നിക്കേണ്ട ഒരു അവസരമാണ്. പക്ഷെ നിങ്ങളുടെ പ്രതിനിധിയാണ് ഇപ്പം NDA സ്ഥാനാർത്ഥി, മോദിയുടെ സ്ഥാനാർത്ഥി. ഞങ്ങളുടെ പ്രതിനിധിയാന്ന് പറയാൻ പറ്റില്ല. സലാം അല്ലല്ല, ഇന്ന് ഇന്ത്യ രാജ്യം ഒട്ടാകെ നരേന്ദ്രമോദിക്ക് ഇവിടെ വിഭജന രാഷ്ട്രീയത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ആ പോരാട്ടത്തിൽ UDF വിജയിക്കുമെന്നാണ് നിങ്ങൾ തീർച്ചയായിട്ടും വിജയിക്കും. ഇവിടെ ഇടതുപക്ഷം പോലെ അപ്രസക്തമാണ്. എന്തുകൊണ്ടാണ് അവർക്ക് ഈ ന്യൂനപക്ഷ വിഷയങ്ങളിൽ ഇടതുപക്ഷമല്ലേ ഏറ്റവും ശക്തമായ നിലപാടെടുത്തത്? ഇടതുപക്ഷമല്ല, അവര് വോട്ട് തട്ടുന്നതിന് വേണ്ടിയുള്ള പൊടിക്കകൾ നാടകം മാത്രം ചെയ്യുകയാണ്. അവർ അതിനു വേണ്ടിയുള്ള ശ്രമം. അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും അടങ്ങുന്ന UDF-നാണ് കേരളത്തിൽ പ്രസക്തി. അങ്ങനെയാണോ? എന്താ അവസ്ഥ? ഇവിടെ UDF വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി. എന്തുകൊണ്ട് ചോദിച്ചാല് ന്യൂനപക്ഷങ്ങളോടൊപ്പം എക്കാലത്തും ഉറച്ചു നിന്നിട്ടുള്ള ഒരു പാർട്ടിയാണ്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ LDF നിന്നിട്ടില്ലേ? ഒരു തെരുവ് ഇതിലുണ്ടല്ലോ, ജാലവിദ്യക്കാരെ കളിക്കുന്നുണ്ട്. ഈ പൗരത്വത്തിന് പേരിലുള്ള കേസ് എടുത്തത് ഇതുവരേക്കും ഇവിടുന്ന് പിൻവലിച്ചിട്ടില്ല. പിന്നെ ഇവിടെ കൊടുത്തിട്ടുള്ള സ്ഥാനാർത്ഥി ഒരു കടുംതിരുത്തി പറഞ്ഞൊരു ഇട്ടാപ്പെട്ട സ്ഥലത്ത് ഒരു ബാങ്ക് നോക്കാൻ കഴിയാതെ വമ്പിച്ച അഴിമതി നടത്തിയിട്ടുള്ള ഒരാളാണ് ഈ വസീഫ് പറഞ്ഞത്. ഇതിന് മുമ്പ് തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് ഇവിടെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഇദ്ദേഹമാണ് കോഴിക്കോട് സ്ഥാനാർത്ഥി വരിക എന്നുള്ളത് ഇതിനു മുമ്പ് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടു. അത് എന്താ വെച്ചാൽ മരുമോന് കോഴിക്കോട് ജില്ല വിട്ടുകൊടുത്തുകൂടാന്ന് വിചാരിച്ചിട്ട് അവിടുന്ന് ആട്ടി വിട്ട ആളാണ് വസീഫ്. അതുകൊണ്ട് ഇവിടെ പരീക്ഷണത്തിന്റെ ശാലയല്ല, ഇന്ത്യ നിലനിൽക്കണമെന്നുള്ള പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ ശാലയല്ലാത്തതുകൊണ്ടാണോ ഈ പടക്കുതിരകളെ മാത്രം പടക്കുതിര ഇളമരം കരീമിന്റെ വയസ്സ് എത്ര? അയാൾക്ക് നിയമസഭയ്ക്ക് മത്സരിക്കാൻ വയസ്സും കൂടുതലും പാർലമെന്റ് വന്നപ്പോ സമാധാനം മത്സരിച്ചിട്ട് പോയല്ലോ. മത്സരിച്ചത് സ്വന്തം നാട്ടിലേക്ക് അത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തിനു വിഷമിക്കണം? ഒന്ന് ഒരു E.T. മുഹമ്മദ് ബഷീർ സാഹിബാണെങ്കിൽ സമദാനി സാഹിബാണെങ്കിലും ഇതുവരെ ചരിത്രത്തിൽ ഇല്ലാത്ത ഭൂരിപക്ഷത്തിലാണ് ഇവിടെ വിജയിക്കാൻ വേണ്ടി പോകുന്നത്. ഇനി വിജയിക്കാൻ പോകുന്നത്. ശ്യാമെ, വളരെ പെട്ടെന്നൊരു മറുപടി. വസീഫിനെതിരെയുള്ള ആരോപണം ഞാൻ മുജീബിലേക്ക് വരാം. അതിന് മുമ്പ് ശ്യാം, നിങ്ങൾ ഈ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾക്കെതിരെ എടുത്ത കേസുകൾ എന്തുകൊണ്ട് പിൻവലിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ജാലവിദ്യക്കാരന്റെ മാന്ത്രികത അതല്ലേ നിങ്ങൾ കാണിക്കുന്നത്? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഈ കേസുമായി ബന്ധപ്പെട്ടാണ്. പ്രകടനം നടത്തിയ ആൾക്കെതിരെയും കേസെടുക്കും. ഇന്നലെ ഞങ്ങൾ പൗരത്വ ഭേദഗതി നിയമം ഈ രാജ്യത്ത് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് പൗരത്വ ഭേദഗതി നിയമം അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഉയർത്തി ഇന്നലെയും മിനിഞ്ഞാന്നുമെല്ലാം ഞങ്ങൾ തുടർച്ചയായി നൈറ്റ് മാർച്ചുകൾ ആയിരക്കണക്കിന് വരുന്ന ആളുകൾ അണിനിരത്തി സംഘടിപ്പിക്കുകയാണ്. ഇതിനു മുമ്പ് ഏറ്റവും പിന്നെ ഇതിന്റെ ഒരു കാര്യം എന്താ വെച്ചാൽ ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അതിന്റെ മുന്നേ DYFI ഈ തെരുവോരങ്ങളിലെ അനവധി തവണ പോരാട്ടം നടത്തിയ പ്രസ്ഥാനമാണ് DYFI. അന്ന് എവിടെയായിരുന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും കോൺഗ്രസും? അന്ന് എവിടെയായിരുന്നു കോൺഗ്രസും മുസ്ലിം ലീഗും? ഇന്ന് ഇലക്ഷൻ അടുക്കുമ്പോ കൊറിഞ്ഞാ DYFI പൊരുതുന്നത് നിങ്ങൾ കാണുന്നില്ല എന്നാണ് അവർ ചോദിക്കുന്നത്. ആ കൂടെ നിൽക്കുന്ന UDF-കാർക്ക് പോലും അങ്ങനത്തെ ഒരു അഭിപ്രായമല്ല. ഒരൊറ്റ മനുഷ്യന്മാരും കൊണ്ടില്ല. എവിടുന്നാണ് ഇയാളൊക്കെ വരുന്നത്? എവിടുന്ന വരുന്നത്? ഈ വിഷയത്തിൽ ചർച്ച ചെയ്തിട്ടില്ലെന്നും സമരം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ണടച്ചിട്ടാക്കാണ്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായി ഈ രാജ്യത്ത് തന്നെ ഏറ്റവും ആദ്യത്തെ പ്രക്ഷോഭവും പ്രതിരോധവും തീർത്തത് ഈ കേരളത്തിൽ നിന്ന് ഇടതുപക്ഷമാണ്. ഇടതുപക്ഷ ഗവൺമെന്റിന്റെ നേതൃത്വത്തിലാണ് ഏറ്റവും ആദ്യത്തെ ജനകീയ പ്രതിരോധം ഈ രാജ്യത്ത് ഉയർത്തിക്കൊണ്ടുവന്നത്. അതിനെതിരായിട്ടുള്ള പ്രമേയം പാസാക്കിയത് ഈ കേരളത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും അണിനിരത്തിക്കൊണ്ട് രാജ്യത്തു തന്നെ ഏറ്റവും വലിയ പ്രതീക്ഷയേകിക്കൊണ്ടുള്ള പ്രതിരോധത്തിന് തുടക്കം കുറിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ നേതൃത്വത്തിലാണ്, സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലാണ്. അതുമാത്രമല്ല, അതേസമയം തന്നെ ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ ഈ നാടിനകത്ത് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായിട്ടുള്ള ശക്തമായ പ്രതിരോധം നടന്നപ്പോ മുസ്ലിം ലീഗിന്റെ ഭാഗമായി നിൽക്കുന്നവർക്ക് പോലും ഇടതുപക്ഷത്തിന്റെ സമരത്തിന്റെ വേദികളിലേക്കും സമരത്തിലേക്കും പങ്കെടുക്കേണ്ടതായി വന്നു. അത് അവരുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതുമാത്രമല്ല, DYFI എവിടെയെന്ന് ചോദിച്ചത് തൊട്ടപ്പുറത്തിരിക്കുന്ന രണ്ട് ലീഗുകാരോട് അല്ലെങ്കിൽ UDF-കാരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും എന്താണ് DYFI എന്നും എങ്ങനെയാണ് DYFI ഈ സമരത്തിനകത്ത് ഇടപെട്ടതെന്നും. അത് ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല, അനുഭവത്തിലൂടെ മനസ്സിലായ കാര്യങ്ങളാണ്. മറ്റൊന്ന് അതുമായി ബന്ധപ്പെട്ട കേസിനെ സംബന്ധിച്ചാണ്.
കേസിനെ സംബന്ധിച്ച് വളരെ വ്യക്തം. ആര് പ്രകടനം നടത്തിയാലും നിയമപരമായ നടപടി എല്ലാവർക്കെതിരെ ഉണ്ടാവും. ഞങ്ങൾക്കെതിരെയും കേസുണ്ട്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായി സമരം നടത്തിയതിന്റെ ഭാഗമായി ഞാൻ ഉൾപ്പെടെയുള്ള ഡിവൈഎഫ്ഐയുടെ ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിന്റെ ഉൾപ്പെടെ എല്ലാവരുടെയും പേരിൽ കേസുകളുണ്ട്. രൂപയാണ് യൂത്ത് ലീഗ് ഫൈൻ അടച്ചത്. 8,34,000 രൂപ യൂത്ത് ലീഗ് ഫൈൻ അടച്ചത്. തമിഴ്നാട്ടിൽ പിൻവലിച്ചു. കേരളത്തിൽ 8 ലക്ഷം രൂപ അടക്കേണ്ടി വന്നു. കേസുകൾ പിൻവലിച്ചു എന്ന് പറയുന്നു. 834 കേസിലെ 232 കേസ് ഇപ്പൊ നിലവിലുള്ളതെന്ന് പറയുന്നു. പക്ഷെ യൂത്ത് ലീഗ് ഫൈൻ അടച്ചത് 8,34,000. ഇത് തെരുവിലെ സിഐക്കെതിരെ പൊരുതിയിട്ട് ഇവിടെ സമരത്തിൽ പണമടച്ചത് തെളിവുകളുണ്ടല്ലോ. സമരം ചെയ്തതിന് പിഴയിട്ടതാണോ എന്നതാണ് ചോദ്യം. പിഴയിട്ടോ എന്നതാണ് ചോദ്യം. സമരം നടത്തിയാൽ കേസെടുക്കും. അത് ഞങ്ങൾ നടത്തിയാലും ആര് നടത്തിയാലും കേസെടുക്കും. ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെ ഫീസ് അടച്ചോ? ഫൈൻ അടച്ചോ? 8,34,000 യൂത്ത് ലീഗ് ഫൈൻ അടച്ചു. ഞാൻ പൂർത്തീകരിച്ചില്ല. ഒറ്റ കാര്യമേ ഉള്ളൂ. കേസെടുക്കും, ഫൈനും അടക്കേണ്ടി വരും. ഞാൻ ഉൾപ്പെടെയുള്ള ഏതൊരാളും ഫൈൻ അടക്കേണ്ടി വരും. ഒരു കാര്യം, അത് പൊതുമുതൽ നശിപ്പിച്ചാൽ ഫൈൻ അടക്കേണ്ടി വരും. പൊതുമുതൽ നശിപ്പിച്ചാൽ ഫൈൻ അടക്കേണ്ടി വരും. അത് ഏതൊരു മനുഷ്യനും അടക്കേണ്ടതാണ്. അത് ഈ രാജ്യത്തെ നിയമമാണ്. ഒറ്റ മിനിറ്റ്. പൊതുമുതൽ നശിപ്പിച്ചാൽ കേസെടുക്കും, ഫൈൻ അടക്കേണ്ടി വരും. അത് CPM ആണെങ്കിലും BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ലീഗ് ആണെങ്കിലും ഫൈൻ അടച്ചിട്ടുണ്ടെങ്കിൽ അത് പൊതുമുതൽ നശിപ്പിച്ചതിന്റെ ഭാഗമായാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ സമരം, ആ സമരത്തിൽ എവിടെയും പൊതുമുതൽ നശിപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷം എവിടെയും സമരം നടത്തിയിട്ടില്ല. ഇവർ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. തമിഴ്നാട്ടിൽ ഇതിനെതിരെയുള്ള പ്രതിഷേധവുമായി ബന്ധപ്പെട്ട മുഴുവൻ അറസ്റ്റുകളിലും ആ കേസ് ഇപ്പോൾ ഒഴിവാക്കി കൊടുത്തു. എന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് സമരം ചെയ്തതിനെ പറ്റി യൂത്ത് ലീഗിന് നിങ്ങൾ ഫൈൻ അടച്ചേക്കുക. 8 ലക്ഷം രൂപ. CPMO DYFO എത്ര ലക്ഷം രൂപ ഫൈൻ അടച്ചിട്ടുണ്ടെന്നുള്ളതാണ് നേരിട്ടുള്ള ചോദ്യം. ഈ തമിഴ്നാടുമായി കമ്പയർ ചെയ്ത കാര്യം ഞാനൊന്ന് പറയട്ടെ. എങ്ങനെയാണ് അവിടെ മന്ത്രിസഭ എടുത്ത തീരുമാനത്തിന്റെ ഭാഗമായി കേസ് പിൻവലിച്ചതാണോ? നിയമ നടപടികളിലൂടെയാണ് കേസ് പിൻവലിക്കുക. അതറിയാത്തവരാണോ? സർക്കാരിന്റെ നിലപാട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അത് ഗുരുതരമായ പ്രശ്നങ്ങളില്ലാത്ത എല്ലാ കേസുകളും സാധാരണ പോലെ പ്രതിഷേധ പ്രകടനമാണ് നടത്തിയതെങ്കിൽ കേസ് പിൻവലിക്കും. എന്നാൽ പൊതുമുതൽ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫൈന് ഞങ്ങളാണെങ്കിലും അടക്കേണ്ടി വരും. അതല്ലെങ്കിൽ ഫൈൻ അടക്കേണ്ടതില്ല, കേസ് പിൻവലിക്കും. സംസ്ഥാന കമ്മിറ്റി ഞങ്ങളന്ന് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും എടുത്ത കേസുകളുടെ എണ്ണം തരാൻ പറഞ്ഞിരുന്നു. അങ്ങനെ വന്ന കേസുകളിൽ സംസ്ഥാന യൂത്ത് ലീഗ് അതിന്റെ പിഴ അടക്കാം. ഏതെങ്കിലും ഒരു KSRTCയുടെ ബസ്സോ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടിയോ യൂത്ത് ലീഗ് ഈ അടച്ച ഫൈന് അതിന്റെ പേരിലാണെന്ന് പറയാൻ പറ്റുന്ന ഒരൊറ്റ സിംഗിൾ ഇൻസിഡന്റ് പറയാം. ഒരൊറ്റ മുസ്ലിം ലീഗിന്റെയോ യൂത്ത് ലീഗിന്റെയോ ഒന്നും സമരത്തിൽ ഇത് നടത്തിയത് സ്വാഭാവികമായി നടത്തിയ പ്രതിഷേധ സമരങ്ങൾക്ക് വകുപ്പുകൾ ഉപയോഗപ്പെടുത്തി ഗവൺമെന്റ് കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ സമരത്തിന് പിഴയിട്ടതാണ്. യാതൊരു സംശയം വേണ്ട. ഞങ്ങൾ ആ ഫൈൻ അടച്ച ആളുകളാണ്. ആ ഫൈന് കളക്ട് ചെയ്ത് അടച്ച ആളുകളാണ് ഞങ്ങൾ ഫൈൻ അടച്ച ആളുകളാണ്. കനമില്ലെങ്കിൽ നിങ്ങൾ ഫൈൻ അടക്കരുത്. രാജ്യത്തെ നിയമല്ലേ? ഇവിടെ സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ എടുത്ത തീരുമാനം എന്താ? ഇവിടെ അപകടകരമായ പ്രശ്നങ്ങൾ നടക്കാത്ത ഒരു കേസും അതുമായി ബന്ധപ്പെട്ട് വസ്തുതാപരമായിട്ട് ആ വിഷയം നോക്കിയിട്ടില്ല. വളരെ വ്യക്തമാണ്. മുഖ്യമന്ത്രി മന്ത്രിസഭയുടെ തീരുമാനം ഇവിടെ പത്രമാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് പ്രഖ്യാപിച്ചില്ലേ? ചോദിക്കുന്നത് നിങ്ങൾ പൊതുമുതൽ നശിപ്പിച്ചില്ലെങ്കിൽ ഫൈൻ അടച്ചിട്ടില്ല. നിങ്ങൾ എന്തിനു ഫൈൻ അടച്ചു? പൊതുമുതൽ നശിപ്പിക്കുന്നതിന്റെ യൂണിവേഴ്സിറ്റിയാണ് ഈ DYFI എന്ന് പറയുന്ന സ്ഥാപനം. KSRTC കല്ലെറിയ, KCB ഓഫീസിന് ADB ഗോ ബാക്ക് എന്ന് പറഞ്ഞ് കരിയോയിൽ എഴുതുക. അങ്ങനെ തുടങ്ങി ഈ സമരമുറകൾ മുഴുവൻ കേരളത്തിന് പരിചയപ്പെടുത്തിയ ഇവര് പൊതുമുതലിന്റെ സംരക്ഷകരാകുമ്പോ മിതമായി പറഞ്ഞാൽ അതിന് ഈ നാടിനകത്ത് KSEB മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഈ നാടിനകത്ത് ഇന്ന് ഇലക്ട്രിസിറ്റി ബില്ല് എത്രയാവുമെന്ന് അതിനു മുമ്പ് ശ്രീലക്ഷ്മി 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഒന്ന്, നിങ്ങൾ വർഗീയമായി വിഭജിക്കുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ നാടിനെ, അതുകൊണ്ട് ഈ നാട് ക്ഷമിക്കില്ല. 2, നിങ്ങൾ അബ്ദുൽ സലാം എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ എന്തുകൊണ്ടാണ് നിങ്ങൾ നിശ്ചയിച്ചത്? അത് ലീഗിന്റെ സമ്മതനായ ഒരു വൈസ് ചാൻസലർ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേറെ ആരെയും കിട്ടിയില്ലേ എന്നൊരു ചോദ്യമുണ്ട്. ആരെ നിർത്തണമെന്ന് പാർട്ടിയാണല്ലോ തീരുമാനിക്കുക. അതെ,
പക്ഷേ വാഹനത്തിൽ കയറ്റണമെന്നും പാർട്ടിയാണല്ലോ തീരുമാനിക്കുന്നത്. മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിലെ ഏറ്റവും അനുയോജ്യനായ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്കാണ്. പക്ഷേ അദ്ദേഹത്തെ എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ വാഹനത്തിൽ കയറ്റുന്നത്? അവരുടെ തീരുമാനം. വാഹനത്തിൽ കയറ്റുന്നത് സ്ഥാനാർത്ഥിയെ ഒന്ന് പ്രധാനമന്ത്രിക്ക് ഇയാളാണെന്ന് പരിചയപ്പെടുത്താനുള്ള ഒരു മാന്യതം കാണിക്കണ്ടേ? ഏതായാലും പ്രധാനമന്ത്രിയുടെ വാഹനത്തിൽ കയറ്റാത്തതിന്റെ പേരിൽ ഇത്രയും സങ്കടം മുസ്ലിം ലീഗിന് ഉണ്ടായി എന്നറിഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ചോദ്യം ഇത്രേ ഉള്ളൂ. നമ്മുടെ ഇവിടുത്തെ നിങ്ങളുടെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായ UDFന്റെ സ്ഥാനാർത്ഥി NDAയുടെ സ്ഥാനാർത്ഥിയായ അബ്ദുൽ സലാമിനെ നിങ്ങൾ പ്രധാനമന്ത്രിയുടെ വാഹനത്തിൽ കയറ്റാത്തത് സലാം എന്ന പേര് കാരണമാണോ മലപ്പുറം എന്നുള്ള പേര് കാരണമാണോ? സിമ്പിൾ. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇവിടെ വർഗീയപരമായ ചേരിതിരിവ് സൃഷ്ടിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയോ ദേശീയ ജനാധിപത്യ പക്ഷവുമല്ല. പ്രധാനമന്ത്രി വരുന്ന അടുത്ത പരിപാടിയിൽ അദ്ദേഹത്തെ കയറ്റാനുള്ള തീരുമാനം ആദ്യമേ എടുത്തു വെച്ചിട്ടുണ്ട്. അതെന്താണ് സംഭവിച്ചത് വളരെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതേക്കുറിച്ച് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ഇദ്ദേഹം ആ പറഞ്ഞ പ്രിയപ്പെട്ട സുഹൃത്തും പറഞ്ഞിട്ടുള്ളത് BJP വർഗീയപരമായിട്ട് ജനങ്ങളെ വേർതിരിക്കുന്നു. സുഹൃത്ത് 48 ഞങ്ങൾ പറയട്ടെ, ഞാനൊന്ന് പറയട്ടെ. 1948 നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളെ കൂടെ നിൽക്കുന്ന കോൺഗ്രസിന്റെ നേതാവ് നെഹ്റുവും ലിയാഖത്തലിയും ഉണ്ടാക്കിയ ഉടമ്പടിയാണിത്. BJP സംഘപരിവാർ കൊണ്ടുവന്ന ഉടമ്പടിയല്ലത്. അതാണ് പൗരത്വ നിയമം. അതിനകത്ത് 11 വർഷം ഈ രാജ്യത്ത് താമസിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാമെന്നുള്ളത് 6 വർഷമാക്കി ചുരുക്കി എന്നതിലപ്പുറത്തേക്ക് ഒന്നും BJP ചെയ്തിട്ടില്ല. മുസ്ലിം വിഭാഗത്തെ ഒഴിവാക്കിക്കൊണ്ട് ഇവിടെ കൊണ്ടുവന്ന നിയമം നിങ്ങൾ ഞാനൊന്ന് പറയട്ടെ. 1948 ലിയാഖത്തലി നെഹ്റു ഉടമ്പടി എന്താണെന്ന് അറിയോ? ഇന്ത്യയിൽ ജീവിക്കുന്ന ന്യൂനപക്ഷങ്ങളായിട്ടുള്ള മുസ്ലിം സമൂഹം ഒറ്റ പേരെ പറഞ്ഞിട്ടുള്ളൂ. അവർക്ക് ഈ രാജ്യത്തെ മതപരമായിട്ടുള്ള ബുദ്ധിമുട്ട് നേരിട്ടുകൊണ്ട് ഇവിടെ താമസിക്കാൻ പറ്റാത്ത സാഹചര്യം വന്ന് അവര് പാകിസ്ഥാനിലേക്ക് പോകും. ഞാൻ പറയട്ടെ, പറഞ്ഞോട്ടെ, പാകിസ്ഥാനിലേക്ക് പോവുകയാണെങ്കിൽ അവരെ പാകിസ്ഥാൻ ഏറ്റെടുക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ 6 മതങ്ങളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. അതാദ്യമായി പൗരത്വ നിയമത്തിന്റെ ചട്ടത്തിൽ ആദ്യമായി മതം വന്നു. അത് മതം വന്ന ആദ്യം കോൺഗ്രസ് മറച്ചു പിടിക്കാനാണ് ബുദ്ധമതം, സിഖ് മതം, ജൈനമതം, പാർസി മതം, ഹിന്ദു മതം, ക്രിസ്തു മതം. പാകിസ്ഥാനിൽ നിന്ന് അവരിങ്ങോട്ട് അവിടുത്തെ മതപരമായ ബുദ്ധിമുട്ട് കൊണ്ട് അവിടെ ജീവിക്കാൻ പറ്റില്ലെങ്കിൽ ഇവിടെ വരികയാണെങ്കിൽ അവരെ ഏറ്റെടുക്കണം പറഞ്ഞിട്ടുള്ളത്. നേപ്പാളിൽ നിന്ന് ഹിന്ദു വന്ന് അവിടെ എടുക്കണില്ലല്ലോ. ഭൂട്ടാനിൽ നിന്ന് മറ്റേ ബുദ്ധൻ വന്ന ഇവിടെ ന്യൂനപക്ഷം എങ്ങനെ? നേപ്പാളി ഹിന്ദു ആണോ ന്യൂനപക്ഷം? അല്ല, ഞാൻ പറയാം, അതേ പറഞ്ഞത്. ഈ പാകിസ്ഥാനിൽ നിന്ന് കടന്നു വരുന്ന ആളുകളെ അവിടെ ഭൂരിപക്ഷം നേപ്പാളിൽ. അതെ, ഞാൻ ചോദിക്കുന്നത് അതുകൊണ്ടാണ്. നിങ്ങൾ ഒഴിവാക്കിയത് അതുകൊണ്ടാണ്. ഹിന്ദു രാഷ്ട്രത്ത് താമസിക്കുന്ന ഒരാൾക്ക് അവിടെ മതപരമായിട്ടുള്ള ഒരു കാര്യവും പ്രശ്നങ്ങളും ഹിന്ദുവിനുണ്ടാവില്ല. പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും മുസ്ലിങ്ങൾക്ക് ഒരു തരത്തിലുള്ള മതപരമായ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ലിയാഖത്തലിയും അത്തരത്തിലുള്ള ഉടമ്പടി ഒപ്പുവെച്ചത് അത് ഞങ്ങളോട് ചോദിക്കണം. ഒറ്റ ചോദ്യമുള്ളൂ, സ്ട്രേറ്റ് ആയിട്ട് ഒരേ ഒരു ചോദ്യം. ആദ്യമായി നമ്മുടെ രാജ്യത്തെ പൗരത്വവുമായി ബന്ധപ്പെട്ട ഒരു ചട്ടത്തിൽ ഒരു മതത്തിന്റെ പേര് എഴുതി ചേർത്തത് BJP സർക്കാരിന്റെ കാലത്താണോ അല്ലയോ? അത്ര മാത്രം പറഞ്ഞാൽ മതി. കോൺഗ്രസിന്റെ പൗരത്വ നിയമത്തിലുണ്ടോ? 1955 പൗരത്വ നിയമം വേറെ, ഭരണഘടന നിലവിൽ വരുന്നത് 1950 അതിനുശേഷം 1955 ആക്ട്. അതൊക്കെയാണ് 48 കോൺഗ്രസിന്റെ നേതാവ് നെഹ്റുവും ചെറുപ്പക്കാരെ എന്തോ പറയാനുണ്ടല്ലോ. നമുക്ക് ചോദിക്കാനുള്ളതെന്ന് പറയാനുള്ളതാണ്. അതായത് ഞങ്ങൾക്ക് ഇവിടെ നിങ്ങൾ LDF വേണം, UDF വേണം. അതായത് ഇവിടെ വേണ്ടതായിട്ട് ഞങ്ങൾക്കുള്ളത് STPI പോലത്തെ, അതേപോലെ ഇവിടെ BJP പോലത്തെ ഞങ്ങൾക്ക് അങ്ങനത്തെ വർഗീയവാദികളായിട്ടുള്ള ആൾക്കാരെ ഞങ്ങൾക്ക് വേണ്ടാത്തതായിട്ടുള്ളൂ ഇവിടെ. അതായത് ഞങ്ങൾ പറയാനുള്ളത്, കഴിഞ്ഞതില് ഇവിടെ തൃശ്ശൂരില് പ്രധാനമന്ത്രി വന്നപ്പോ പറഞ്ഞു ഇവിടെ സ്ത്രീകളാണ് മൂപ്പര ശക്തി. മൂപ്പര ശക്തി എന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞുതരാം,
റെസ്ലിംഗ് ചാമ്പ്യന്മാരായ ബജ്രംഗ് പുനിയ, അതേപോലെ നമ്മളെ വിനീഷ് ഫോഗട്ട്, അതേപോലെ സാക്ഷി മാലിക്, ഇവർ 3 പേരും മൈനർ ആയിട്ടുള്ള 17 വയസ്സായിട്ടുള്ള ഒരു റെസ്ലിംഗ് ചാമ്പ്യൻ ആയിട്ടുള്ള ഒരാൾ പോലും ഇന്ന് ഇവിടെ അവർക്കെതിരെ പീഡനം നടന്നിട്ട് ആ കേസ് ബിർഭൂഷൺ സിംഗിനെതിരെ കൊടുത്തപ്പോ അപ്പോഴും അതിനെ സപ്പോർട്ട് ചെയ്ത നരേന്ദ്രമോദി BJP സർക്കാരിനാണ് ഞങ്ങൾ. നാരീശക്തി അതാണോ എന്നതാണ് ചോദ്യം. വനിതാ ചാമ്പ്യന്മാരുടെ കണ്ണീര് വീണ ഇന്ത്യയിൽ നാരീശക്തി വോട്ടാകുമോ എന്നതാണ് ചോദ്യം. BJPക്ക് മറുപടി പറയാം. മറുപടി ചോദ്യത്തിന് ശേഷം പറഞ്ഞോളൂ. ചോദിക്കും. ചോദിച്ചോ. ശ്യാമിനോടാണ് ചോദിക്കാൻ. ഇപ്പോൾ യുവാക്കളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പറ്റം യുവാക്കൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് കേരളത്തിൽ ലൈസൻസിന്റെ പ്രശ്നം. ലൈസൻസിന് 6 മാസം ഒരു ലേണിംഗ് ലൈസൻസിന്റെ കാലാവധി ഉണ്ട്. ആ കാലാവധിക്കുള്ളിൽ ലൈസൻസിന് ഡേറ്റ് കിട്ടുന്നില്ല. അത് കിട്ടാത്തതിന് ശേഷം ഈ ലേണിംഗ് ടെസ്റ്റ് അതിന്റെ കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും പൈസ പെനാൽറ്റി അടച്ച് ഇത് എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. രണ്ടാമത്തെ ഒരു കാര്യം, തപാലിന്റെ കാശ് പോലും ഇവര് സർക്കാർ വാങ്ങുന്നുണ്ട്. ഇപ്പൊ തപാലിന്റെ കാശിന് ഇപ്പം സർക്കാർ പറയുന്നത് അതത് RTO ഓഫീസിൽ വന്നുകൊണ്ട് അത് കളക്ട് ചെയ്യണം എന്നാ പറയുന്നത്. അല്ലല്ല അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. ഈ 45 രൂപ 8 ലക്ഷം ലൈസൻസ് പെൻഡിങ്ങിലുണ്ട്. 7 ലക്ഷം പിടിപ്പുകേടാണ് സർക്കാരിന്റെ പിടിപ്പുകേട്. എന്താ സംശയം? ഒരു പറ്റം ആളുകളിന്റെ മലപ്പുറത്തും പല ഭാഗങ്ങളിലും ഈ സമരവുമായി ഈ RTO ഓഫീസിന് മുന്നിൽ നമ്മൾ കണ്ടു. ശരി ശരി പറഞ്ഞോ. എന്റെ ചോദ്യം BJPയുടെ പ്രതിനിധിയോടും CPMന്റെ പ്രതിനിധിയോടും കൂടെ. EDയും CBIയും കേന്ദ്ര ഗവൺമെന്റ് അവരുടെ ഇംഗിതത്തിനനുസരിച്ച് ഉപയോഗപ്പെടുത്തുകയാണ്. കേരളത്തിലെ പിണറായി വിജയൻ അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയ ഈ സർക്കാരിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ എന്തുകൊണ്ട് EDയും കേന്ദ്ര ഗവൺമെന്റും ധൈര്യപ്പെടുന്നില്ല? അതുപോലെ തന്നെ ഇത് പേടിച്ചിട്ടാണോ രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ജോഡോ ന്യായ് യാത്രയിൽ വേദി പങ്കിടാതിരുന്നത് എന്നുകൂടി പ്രതിനിധിയോടാണ് ചോദ്യം. ഈ തെരഞ്ഞെടുപ്പ് CPMനെ സംബന്ധിച്ച് നിർണായകമാണ്. കാരണം അവരെ സംബന്ധിച്ച് അവരുടെ നാഷണൽ പെർമിറ്റ് നഷ്ടപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. കോയമ്പത്തൂർ പോയാൽ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ വേണം. പാലക്കാട് വന്നാൽ രാഹുൽ ഗാന്ധി എതിർപ്പാണ്. ഇത് വയനാട്ടിൽ പോയാലും രാഹുൽ ഗാന്ധി അങ്കമാലിയിലെ പ്രധാനമന്ത്രി എന്നാ പറയാ. ഇത് മധുരയിൽ പോയാലോ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയെ മത്സരിപ്പിക്കാൻ വേണ്ടി ആനിരാജക്കെതിരെ മത്സരിച്ച ആളാണ്. മാത്രമല്ല ഈ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ പ്രക്ഷോഭം എപ്പോഴും ഇവര് മലബാറിനാണ് അരുൺ പറഞ്ഞ പോലെ കോഴിക്കോടിനെ തുടക്കം കുറിച്ച് കഴിഞ്ഞ ദിവസം. അടുത്ത ദിവസം മലപ്പുറത്ത് വരുന്നുണ്ട്. ഈ പൗരത്വം ഭേദഗതി ഈ മലബാർ ഏരിയയിൽ ലക്ഷം എന്താണ് എനിക്ക് ചോദിക്കാനുള്ള UDFന്റെ പ്രതിനിധിയോടാണ്. ഇവിടെ 2004 ഒഴികെ ബാക്കി എല്ലാ കാലത്തും വലിയ ഭൂരിപക്ഷത്തോടു കൂടി മലപ്പുറം മണ്ഡലത്തിൽ ജയിച്ചു വന്ന പാർട്ടിയാണ് ലീഗ്. പക്ഷെ അക്ഷരാർത്ഥത്തിൽ ദീർഘകാലങ്ങളായി മലപ്പുറത്തെ മതന്യൂനപക്ഷങ്ങളെ വഞ്ചിക്കുന്ന നിലപാടാണ് ലീഗ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പറയാനുള്ള കാരണം, പുൽപ്പറ്റയിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സാദിഖ് അലി തങ്ങൾ നടത്തിയ ഒരു പ്രസംഗമുണ്ട്. രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യപ്പെട്ട് പ്രധാനമന്ത്രി തന്നെ അവിടെ കർമ്മിയായിരിക്കുന്ന സമയത്ത് സാദിഖ് അലി തങ്ങൾ പറഞ്ഞെന്താ, ഈ രാജ്യത്തെ ഭൂരിപക്ഷത്തിന്റെ ആഗ്രഹം സാധിച്ചിരിക്കുന്നു എന്നതാണ്. എനിക്ക് ചോദിക്കാനുള്ളത് UDFന്റെ പ്രതിനിധിയോട് തന്നെയാണ്. നമ്മുടെ രാജസ്ഥാനിലെ ഒരു MP സീറ്റ് ഉണ്ടായിരുന്നു. അത് കളഞ്ഞിട്ട് മാത്രമല്ല, ആലപ്പുഴയിലെ ഒറ്റക്ക് നിന്നാൽ ജയിക്കൂല എന്നുള്ള നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് BJPന്റെ വോട്ട് മുഴുവൻ വാങ്ങിക്കുക, എന്നിട്ട് രാജസ്ഥാനിലെ MP സ്ഥാനം തിരിച്ചു കൊടുക്കുക. ആ രീതിയിൽ ബായി എന്നുള്ള ആ രീതിയിലുള്ള ഒരു വലിയ രീതിയിലുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് 30 സെക്കൻഡ്സേ ഉള്ളൂ. 30 സെക്കൻഡ് വീതം. 30 സെക്കൻഡ് സമയം കഴിഞ്ഞു. 30 സെക്കൻഡ് മാത്രം. ഒറ്റ ചോദ്യം മാത്രം. നിങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് ആണോ BJPയുമായി എന്നുള്ളതാണ് ചോദ്യം. 30 സെക്കൻഡ് മറുപടി പെട്ടെന്ന് പറയണം. 30 സെക്കൻഡ്. BJPയുമായി മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അഡ്ജസ്റ്റ്മെന്റ് എന്നാ പറയുന്ന സുഹൃത്തിന് പോലും അഭിപ്രായം ഉണ്ടാവും എനിക്ക് തോന്നുന്നു. BJPക്കെതിരെ ഇവരൊക്കെ BJPക്കെതിരെ സംസാരിക്കുന്നത് ഇവിടുത്തെ ഈ മറ്റേ പ്രാദേശിക പഞ്ചായത്ത് സമ്മേളനത്തിലാണ്. മോഡിയുടെ മുഖത്ത് നോക്കി മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ, യു ആർ അബ്സല്യൂട്ട്ലി ഷെയിം അവർ നാഷൻ എന്ന് പറഞ്ഞത് മുസ്ലിം ലീഗ്. വളരെ പെട്ടെന്ന് മറുപടി. അദ്ദേഹം പറഞ്ഞൊരു കാര്യത്തിനാണ് മറുപടി ആദ്യം പറയേണ്ടത്. 30 സെക്കൻഡ്സ്. കേന്ദ്രത്തിലെ കാര്യങ്ങൾ മാത്രമേ അദ്ദേഹം കാണുന്നുള്ളൂ. വാളയാർ പെൺകുട്ടികളുടെ പീഡനം അദ്ദേഹം കണ്ടിട്ടില്ല. അതുപോലെ തന്നെ പാലക്കാട് പീഡനം അദ്ദേഹം കണ്ടിട്ടില്ല. പാർട്ടി ഓഫീസിൽ നടത്തിയിട്ടുള്ള പീഡനം ഉണ്ട്. നിലമ്പൂരിൽ പാർട്ടി ഓഫീസിൽ വെച്ചൊരു യുവതി പീഡനം നടന്ന് കൊല്ലപ്പെട്ടു, അതും അദ്ദേഹം കണ്ടില്ല. പക്ഷെ വടക്ക് നോക്കി യന്ത്രമായിട്ടാണ് അദ്ദേഹം. എന്തുകൊണ്ട് ഇവിടെ 30 സെക്കൻഡ്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇവിടെ ഏറ്റെടുത്ത ചുമതലകൾ നിർവഹിക്കാൻ കഴിയാത്തവരാണ് ഈ ജില്ലയിൽ നിന്ന് പോയിട്ടുള്ള UDFന്റെ MP മാർ.
കഴിഞ്ഞ 10 വർഷത്തെ അനുഭവത്തിൽ അതാണ് കണ്ടത്. വസീഫ് ഉപരാഷ്ട്രപതി മാത്രമായിരിക്കും. തെരഞ്ഞെടുപ്പ് സമയത്ത് ഒളിച്ചോടി. മുത്തലാഖ് നിയമം ഈ ക്രിമിനൽ കുറ്റമാക്കി മുസ്ലിം മത വിഭാഗത്തിൽപ്പെട്ടവരുടെ വിവാഹമോചനം മാറ്റിയപ്പോൾ ആ വോട്ടെടുപ്പിൽ നിന്ന് ഒളിച്ചോടി. പക്ഷേ വസീഫ് ഒളിച്ചോടില്ല. NIA നിയമ ഭേദഗതി കൊണ്ടുവന്ന സമയത്ത് അത് ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെച്ച സമയത്ത് അതിൽ നിന്നും ചർച്ചയിൽ പങ്കെടുക്കാതെ ഒളിച്ചോടി. ഇങ്ങനെ ഓരോ തെരഞ്ഞെടുപ്പിലും BJPക്ക് മുമ്പിൽ മുട്ടുവറച്ച് ഒളിച്ചോടിയതിന്റെ ചരിത്രമാണ് ഇവിടെ മുസ്ലിം മണ്ഡലത്തിലെ വിധിയെഴുത്ത് ദേശീയ രാഷ്ട്രീയത്തിന്റെ പ്രതിഫലനമാകുമെന്നത് ഉറപ്പാണ്. റിപ്പോർട്ടർ കുരുക്ഷേത്രം സമാപിക്കുന്നു. ഇനി പ്രേക്ഷകർക്ക് ഡിബേറ്റ് കാണാം. നാളെ വീണ്ടും നമ്മളെത്തും മറ്റൊരു മണ്ഡലത്തിൽ നിന്നും കൂടുതൽ ചർച്ചയുമായി. റിപ്പോർട്ടർ കുരുക്ഷേത്രം അവസാനിക്കുന്നു. ഗുഡ് നൈറ്റ്.